അടുത്ത നമുക്ക് വർക്ക് ഫോർ എനർജി എയിംസ് എന്ന് പറഞ്ഞ ബുക്ക് എടുക്കുക. എയിംസ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയിംസ് എന്ന് പറഞ്ഞ ബുക്കിൽ പേജ് നമ്പർ 18. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? കൈനറ്റിക് എനർജി വിത്ത് റെഫറൻസ് മസ്റ്റ് ബി. ഇവിടെ കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. കാരണം കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താണ്? ഹാഫ് mv². മാസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഹാഫ് പോസിറ്റീവ്. പക്ഷേ വെലോസിറ്റി പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. പക്ഷേ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും അല്ലേ? കാരണം വെലോസിറ്റി പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആരാവും? പോസിറ്റീവ് ആവും. അപ്പോൾ കൈനറ്റിക് എനർജി എപ്പോഴും എന്താ കിട്ടുക? പോസിറ്റീവാണ് വരിക. പക്ഷേ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാറുണ്ട്. ടോട്ടൽ എനർജി അതേപോലെ വരാറുണ്ട്. നമ്മൾ ഗ്രാവിറ്റേഷനിലൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2? A body of mass 5 kg is raised vertically to a height 10 meter by applying a 170 Newton force. അപ്പോൾ ഒരു 170 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലോട്ട്, ദാറ്റ് മീൻസ് ഞാനിപ്പോൾ വലിക്കുക തന്നെയായിരിക്കാം, ഒരു ഒബ്ജക്റ്റിനെ 170 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് വലിച്ചു. അപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് വർക്കാണ്, കാരണം ഞാൻ അയാളെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാണ്. പക്ഷേ ഗ്രാവിറ്റിക്ക് എതിരായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അത് നെഗറ്റീവ് വർക്കാണ്. ശരിയല്ലേ? ദ വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് ദിസ് ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് ദിസ് ഹൈറ്റ്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? W വർക്ക് ഡൺ ഇസ് ഈക്വൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? വർക്ക് ഡൺ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വർക്ക് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫോർമുല എന്താണ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ? അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് അറ്റ് ദിസ് ഹൈറ്റ് ആണ്. കാരണം നമ്മൾ താഴ്ന്ന് ലിഫ്റ്റ് ചെയ്യണം, ലിഫ്റ്റ് ചെയ്ത് ഈ ഹൈറ്റിലെത്തി. ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അയാൾ റെസ്റ്റ് ആണ്. ലിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വെലോസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ 2 വർക്ക് ഉണ്ട്. ഞാൻ ലിഫ്റ്റ് ചെയ്യുന്ന വർക്കും ഉണ്ട്, വർക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഉണ്ട്. കാരണം ഞാൻ ഇയാളെ എന്ത് ചെയ്യുന്നത്? ഗ്രൗണ്ടിൽ ഇരിക്കുന്നതാണ്, ഞാൻ ഇങ്ങോട്ടേക്കാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി താഴേക്കുണ്ട്. ഇത് വർക്ക് ഡൺ ബൈ ഫോഴ്സ്, ഞാൻ കൊടുത്ത ഫോഴ്സ് ആണ്. ശരിയല്ലേ? എടാ, ഈ ബ്ലോക്കിന് മുകളിലോട്ട് ഞാൻ ലിഫ്റ്റ് ചെയ്യാൻ കൊടുത്ത ഫോഴ്സ് ആണ് 170 ന്യൂട്ടൺ. പക്ഷെ അവിടെ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി എന്തായാലും ഉണ്ടാവില്ലേ? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എന്താ വരിക? WF മൈനസ് WG ആണ്. കാരണം ഈ വർക്ക് കൂടണം, അപ്പോഴല്ലേ ഇയാൾ മുകളിലോട്ട് പോകുള്ളൂ. പക്ഷെ അതിനെതിരായിട്ട് ആരുണ്ട്? ഗ്രാവിറ്റേഷണൽ വർക്ക് ഉണ്ട്. അപ്പം നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് മൈനസ് വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ഈക്വൽ ടു എന്താണ്? ഹാഫ് mv². കാരണം ഇനീഷ്യലി ഇയാൾ റെസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ അയാൾ ഒറ്റ കൈനറ്റിക് എനർജി നോക്കിയാൽ മതി, ഹാഫ് mv². ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? അപ്പോൾ ഈ ബ്ലോക്ക് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ കൊടുത്ത ഫോഴ്സ് ആണ് വർക്ക് ഡൺ ബൈ ഫോഴ്സ്. അതിനെതിരായിട്ട് ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ അല്ലേ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് മൈനസ് വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റി ഈക്വൽ ടു ഹാഫ് mv². വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എത്ര വരിക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല, ഇത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയോ mgh. പിന്നെ സൈന് നോക്കണ്ട, മൈനസ് എടുത്തോണ്ട്, കാരണം 180 ഒന്നും പിന്നെ നോക്കണ്ട. കാരണം അതുകൊണ്ടല്ല മൈനസ് വരാനുള്ള കാരണം. ശരിക്കും ഇവിടെ പ്ലസ് എടുക്കണം അല്ലേ? വർക്ക് ഡൺ ബൈ ഫോഴ്സ് പ്ലസ് mgh. പിന്നെ നമ്മൾ ഡയറക്ഷൻ വരുമ്പോൾ 2 ഓപ്പോസിറ്റ് 180 ഡിഗ്രി ഒക്കെ വരുമ്പോഴാണ് മൈനസ് ആവുക. അപ്പോൾ FS മൈനസ് mgh is equal to ഹാഫ് mv². അപ്പോൾ എന്താ ചോദിച്ചുള്ളത്? വെലോസിറ്റിയാണ് ചോദിച്ചുള്ളത് അല്ലേ? അപ്പോൾ ഫോഴ്സ് 170 ഇൻറ്റു അത് കാരണം ആ 170 ഫോഴ്സ് ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? H ആണ് അല്ലേ? H ആണ്, FH ആണത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ശരിയല്ലേ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി കൺഫ്യൂഷൻ വേണ്ട, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ 170 ഇൻറ്റു 10 അല്ലേ? മൈനസ് പിന്നെ ഈ ബ്ലോക്കിൻ്റെ മാസ് എത്രയാണ്? 5. 5 ഇൻറ്റു G 10 ഇൻറ്റു വീണ്ടും 10, കാരണം വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റിയാണ് ഇയാൾക്ക് എതിരായിട്ടുള്ളത്, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു v² അല്ലേ? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു v². അപ്പോൾ അത് 1700 മൈനസ് എത്ര വരിക? 500 അല്ലേ? ഈക്വൽ ടു 5/2 v². അപ്പോൾ 1700 മൈനസ് 500 1200 വരും. അപ്പോൾ 1200 × 2/5 ഇതാണ് v². അതായത് v കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരുന്നത്? 2ൻ്റെ ആൻസർ D ആണ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ D. 480 കിട്ടുന്ന റൂട്ട് നിയറസ്റ്റ് ആൻസർ 22. D ആണ് ആൻസർ വരുന്നത്. ക്ലിയർ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 3. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 3? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കൺസർവേറ്റീവ് ആണ്, പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻ്റർ അറ്റോമിക് ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ്. പക്ഷേ വിസ്കസ് ഫോഴ്സും
ഫ്രിക്ഷൻ ഒന്നും കൺസർവേറ്റീവ് അല്ല, കാരണം ഒരു പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ ആരാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്? ബി ആണ്, വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ മോളിക്യൂൾ ഓഫ് മാസ് m of an ideal gas collide with a wall of a vessel with a velocity v and return back to same velocity, change in momentum. നമുക്കറിയാം അങ്ങോട്ടേക്കുള്ള മൊമെന്റം എന്താണ്? mv. എടാ ഇനീഷ്യൽ മൊമെന്റം ആ വാളിലടിക്കും mv അല്ലേ, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മൊമെന്റം -mv ആണ് വരിക. കാരണം മൊമെന്റത്തിന്റെ ഡയറക്ഷൻ നോക്കണം. നമ്മൾ സാധാരണ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ mv, വാളിലടിച്ച് തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും -mv, കാരണം മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഡയറക്ഷൻ നോക്കണം. അപ്പോൾ എങ്ങനെ ചേഞ്ച് ഇൻ മൊമെന്റം കാണാം? ഫൈനൽ മൈനസ് ഇനീഷ്യൽ mv മൈനസ് mv, അപ്പോൾ -2mv വരും. ആ മൈനസ് ഡയറക്ഷനാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ ആൻസർ എത്ര എഴുതിയാൽ മതി? 2mv. മാഗ്നിറ്റ്യൂഡ് 2mv. ക്ലിയർ ആണോ? ഒരിക്കലും 0 എടുക്കരുത്, കാരണം അങ്ങോട്ടേക്ക് mv ഇങ്ങോട്ടേക്ക് mv 0 എടുക്കരുത്, കാരണം ഡയറക്ഷൻ കൂടി നോക്കണം. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 5? ഇഫ് എ സ്പ്രിംഗ് എക്സ്റ്റെൻഡ് ബൈ x, ദ എനർജി സ്റ്റോർഡ് ബൈ ദ സ്പ്രിംഗ് ഈസ് T ടെൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ എനർജീൻ്റെ ഫോർമുല നമുക്ക് എന്താണ്? എനർജീൻ്റെ ഫോർമുല U = ½ kx². അല്ലേ? എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് U = ½ kx². പക്ഷെ ഓപ്ഷനിൽ ആരില്ല? എക്സ് ഓപ്ഷനിൽ വരുന്നുണ്ട് അല്ലെ, എക്സ് ആദ്യത്തെ ഓപ്ഷനിൽ എക്സ് ഉണ്ട്, ടി എന്തായാലും ഓപ്ഷനിൽ വരുന്നുണ്ട് അല്ലേ, ടെൻഷൻ. അപ്പോൾ നമുക്ക് ടെൻഷൻ എങ്ങനെയാണ് മാറ്റുക? F = kx. F = kx = T അല്ലേ, ഫോഴ്സ് എന്നാണ് അവിടെ ടെൻഷൻ. T = kx. അപ്പോൾ എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കുക? x = T/k അല്ലെ, x = T/k. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ½ × k × x വരെ എന്ത് വരും? T²/k². അപ്പോൾ 1/2 T²/k, 1/2 T²/k. അപ്പോൾ T²/2k. ഓപ്ഷൻ ബി കിട്ടും. ഓപ്ഷൻ ബി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 6? എ സ്പ്രിംഗ് 40 millimeter ലോങ്, അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആട്ടോ, മാറിപ്പോയത്. എ സ്പ്രിംഗ് 40 millimeter ലോങ് ഈ സ്ട്രെച്ച്ഡ് ബൈ ആൻ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് അല്ലെ. അപ്പോൾ എഫ് എത്രയാണ്? 10 Newton. എഫ് 10 Newton ഈസ് റിക്വയർഡ് ടു സ്ട്രെച്ച് ദ സ്പ്രിംഗ് ത്രൂ 1 millimeter. അപ്പോൾ 10 Newton ഉപയോഗിച്ച് എക്സ് എത്രയാണ്? 10⁻³ മീറ്റർ അല്ലേ. 10 Newton ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? 1 millimeter എക്സ്പാൻഡ് ചെയ്തു, ശരിയല്ലേ? അപ്പോൾ 10 Newton ഫോഴ്സ് ഉപയോഗിച്ച് 1 millimeter എക്സ്പാൻഡ് ചെയ്തു. വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് ദ സ്പ്രിംഗ് ത്രൂ 40 millimeter. അപ്പോൾ 40 millimeter എക്സ്പാൻഡ് ചെയ്യാൻ എത്ര വർക്ക് കാണുന്നു? അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ½ kx². വർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ½ kx². രണ്ടാമത്തെ കേസിൽ എക്സ് എത്രയാണ്? 40 ആണ്. അവിടെ രണ്ടാമത്തെ കേസിൽ 40 millimeter ആണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, പക്ഷേ സ്പ്രിങ്ങിൻ്റെ കെ അറിയണം. കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കെ = ആദ്യത്തെ ഡാറ്റ വെച്ചിട്ട് F/x അല്ലേ. കെ കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ്. ഫോഴ്സ് ഇത്ര കൊടുത്തു, അപ്പോൾ ആ എക്സ്പാൻഷൻ വെച്ചിട്ടാണ് കെ കണ്ടുപിടിക്കുക, അല്ലാണ്ട് ഈ എക്സ്പാൻഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഫോഴ്സ് കണ്ടാലേ കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കെ = F/x. ആദ്യത്തെ കേസിൽ 10 Newton ഫോഴ്സ് കൊടുത്തപ്പോൾ ഉള്ള എക്സ്പാൻഷൻ 10⁻³ അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ച് ആ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കാണാം. F10 10/10⁻³ ഇത് മേലെ പോകുമ്പോൾ 10⁻⁴ വരും അല്ല, 10⁻³ + 10 10⁻⁴. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ 10⁻⁴ ആണ്. അതിന് രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ½ × കെക്ക് വരം 10⁻⁴ ഇപ്പം എത്രയാണ് രണ്ടാമത്തെ കേസിൽ എക്സ്റ്റൻഷൻ? അതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. കെ നമ്മൾ കണ്ടുപിടിച്ചു, കെ എന്തായാലും മാറൂല, കാരണം എക്സ്റ്റൻഷൻ മാറുമ്പോൾ ഫോഴ്സും മാറും, കെ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. കാരണം എഫ് മാറുമ്പോൾ എക്സും മാറും, അപ്പോൾ കെ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കെ കിട്ടി, അതിനാണ് രണ്ടാമത്തെ കേസിലും വരിക. ക്ലിയർ? പക്ഷേ രണ്ടാമത്തെ കേസിൽ എക്സ്റ്റൻഷൻ ഡിഫറൻ്റ് ആണ്. ആ എക്സ്റ്റൻഷനിലെ വർക്കാണ് ചോദിച്ചത്. എത്രയാണ് എക്സ്റ്റൻഷൻ? 40 millimeter. 40 millimeter എന്നാൽ 40 × 10⁻³ 20 വരും. അപ്പോൾ 200 വരും. 200 ജൂൾ വരും. മനസ്സിലായോ? ആൻസർ 200 ജൂൾ അല്ല, ½ kx² ഉണ്ട് അല്ലേ. ശ്രദ്ധിക്കുക, ½ kx² ഉണ്ട് അല്ലേ. അപ്പോൾ ½ × k 10⁻⁴. കാരണം ഏത് കേസിലും കെ മാറൂല, കാരണം എഫ് മാറുന്നതിനനുസരിച്ച് എക്സും മാറും. അപ്പോൾ ഒരു റേഷ്യോ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ കെ സെയിം. എക്സ് രണ്ടാമത്തെ 40 millimeter സ്ക്വയർ വരും. അപ്പോൾ 40 × 10⁻³ ദ ഹോൾ സ്ക്വയർ വരും അല്ലേ. അപ്പോൾ വർക്ക് = ½ × 10⁻⁴ × 40 × 40 × 10⁻⁻6 ശരിയല്ലേ.
അപ്പോൾ അത് ക്യാൻസൽ ചെയ്യും, 20 വരും അല്ലേ. അപ്പോൾ 20 വരുമ്പോൾ 10⁴, 10⁶. അപ്പോൾ അവസാനം 2 ജൂൾ ഉണ്ടാവുള്ളൂ ആൻസർ അല്ലേ. ആൻസർ 2 ജൂൾ അല്ലേ, സോറി 2 ജൂൾ അല്ല, ഇവിടെ ഒരു 4 ഉണ്ട് അല്ലേ. അപ്പോൾ 10⁴, 10⁻⁻6 പോകുമ്പോൾ 10⁻². അല്ല, പിന്നെ ഈ 0 പോയി 10⁻², പോയി 4 × 2 8 ജൂൾ ഒരു ആൻസർ, 8 ജൂൾ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുക. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 7? എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v കൊളൈഡ് വിത്ത് എ സ്റ്റേഷനറി പാർട്ടിക്കിൾ ഓഫ് മാസ് 2m. ഒരു പാർട്ടിക്കിളിൻ്റെ m മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v അല്ലേ, കൊളൈഡ് വിത്ത് എ സ്റ്റേഷനറി പാർട്ടിക്കിൾ, അടുത്ത പാർട്ടിക്കിൾ 2m, പക്ഷേ ഇയാളെ റെസ്റ്റ് ആണ് അല്ലേ, സ്റ്റേഷനറി റെസ്റ്റ്, മേക്കിംഗ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ, ഇൻഇലാസ്റ്റിക് കൊളിഷനാണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, മൊമെൻറ്റം മാത്രമാണ് കൺസേർവ്ഡ്. ദ സ്പീഡ് ഓഫ് ദ സിസ്റ്റം, സ്പീഡ് ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞത് എന്തായിട്ടുണ്ടാവും? സ്റ്റിക്ക് ടുഗദർ ആയിട്ടുണ്ടാവും, കാരണം അതൊരു സിസ്റ്റമായി മാറി എന്നാണ് പറഞ്ഞത്. സ്പീഡ് ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ കൊളിഷൻ, ദാറ്റ് മീൻസ് ഇവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും, അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷനാണ് അല്ലേ. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 3m ആവും മാസ്, പിന്നെ ഒരു മൂവ് ചെയ്യുന്ന വെലോസിറ്റി v', അതല്ലേ ചോദിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചു നോക്കുക. സ്പീഡ് ഓഫ് ദ സിസ്റ്റമാണ്, സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്ക് ടുഗദർ. അപ്പോൾ v' കണ്ടുപിടിക്കാൻ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇപ്പോൾ എന്താ വരിക? mv + 0 = 3m v'. v' എന്ത് വരും? mv/3m. എത്ര കിട്ടും? v/3 വരും അല്ലെ, v/3. ഓപ്ഷൻ സി കിട്ടും, ശരിയല്ലേ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ബോഡി ക്യാരിങ് എ ബോക്സ് ഓൺ ഹിസ് ഹെഡ് വാക്കിംഗ് ഓൺ എ ലെവൽ റോഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഡൂയിങ് നോ വർക്ക്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആണ്. കാരണം നമ്മളൊരു ലോഡ് നമ്മളിങ്ങനെ വെച്ച് പോയാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഓൾറെഡി വർക്ക് പവർ റേഞ്ചിൻ്റെ ലെവൽ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു ലോഡ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഫോഴ്സ് അല്ലെ, ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് വൈയിലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിലാണ് അല്ലേ. നമ്മളൊരു ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് വൈ ഡയറക്ഷനിലാണ് നടക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് റോഡിൽ. അപ്പോൾ അവർക്കിടയിൽ ആംഗിൾ എത്രയാണ്? 90 വന്നാൽ പിന്നെ വർക്ക് ഉണ്ടാവുമോ? വർക്ക് 0. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 9? എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ഹാസ് എ മൊമെൻറ്റം. അപ്പോൾ ഒരു ബോഡിൻ്റെ അതിൻ്റെ മാസ് എത്രയാണ്? മാസ് 5 കിലോഗ്രാം. മൊമെൻറ്റം എത്രയാണ്? അതിൻ്റെ മൊമെൻറ്റം 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെൻറ്റം 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. വെൻ എ ഫോഴ്സ് ഓഫ് 0.2 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ്. അതിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ്? എഫ് 0.2 ന്യൂട്ടൺ ഫോർ 10 സെക്കൻഡ്, 10 സെക്കൻഡ് നേരത്തേക്ക്. അപ്പോൾ ടൈം 10 സെക്കൻഡ് അല്ലേ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി? അപ്പോൾ ΔKE ആണ് കണ്ടുപിടിക്കേണ്ടത്. ΔKE ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് m, മൊമെൻറ്റ്. അപ്പോൾ ഈ മൊമെൻറ്റ് നമുക്ക് ഇനീഷ്യൽ മൊമെൻറ്റ് എടുക്കാം. കാരണം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മൊമെൻറ്റം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ മൊമെൻറ്റ് എത്ര എടുത്തു? 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ 0.2 ന്യൂട്ടൺ 10 സെക്കൻഡ് നേരത്തേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് വെച്ച് നമുക്ക് ഫൈനൽ മൊമെൻറ്റം കാണാൻ പറ്റും. എങ്ങനെയാണ്? ഫോഴ്സ് എന്താണ്? ന്യൂട്ടൻ്റെ ലോ അനുസരിച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ബൈ ടൈം അല്ലേ. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ബൈ ടൈം. നമുക്കറിയാം 0.2 ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം നമുക്കറിയില്ല, ഇനീഷ്യൽ മൊമെൻറ്റം നമുക്കറിയാം 10 ഡിവൈഡിങ് ബൈ 10, ശരിയല്ലേ. അപ്പോൾ പി എഫ് എന്ത് കിട്ടി? 10 × 0.2 2 ഈക്വൽ ടു പി എഫ് മൈനസ് 10. അപ്പോൾ പി എഫ് എന്ത് കിട്ടി? പി എഫ് മൈനസ് 10 ഇങ്ങോട്ട് വരുമ്പോൾ +12 കിട്ടി. 12 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ ജസ്റ്റ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം ബൈ ടൈം. ഇനീഷ്യൽ മൊമെൻറ്റം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഫൈനൽ മൊമെൻറ്റം കണ്ടുപിടിച്ച് 12. ഇനി ചേഞ്ചിന് കൈനറ്റിക് എനർജി കാണാൻ മൊമെൻറ്റത്തിൻ്റെ റിലേഷൻ വെച്ചാൽ പോരെ. എന്താണ് ചേഞ്ചിന് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്നാൽ p²/2m അല്ലെ. കൈനറ്റിക് എനർജി എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? മൊമെൻറ്റത്തിൻ്റെ റിലേഷൻ p²/2m
2m. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 1/2m ഇൻറ്റു pf² മൈനസ് pi² ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണാൻ പറഞ്ഞാൽ 1/2m കോൺസ്റ്റന്റ് pf² മൈനസ് pi². അപ്പോൾ 1/2 ഇൻറ്റു എത്രയാണ് മാസ് 5 ഇൻറ്റു pf² എത്രയാണ് 12² മൈനസ് pi² എത്രയാണ് 10². അപ്പോൾ 1/10 ഇൻറ്റു 12² എന്ന് പറഞ്ഞാൽ 144 മൈനസ് 100. അപ്പോൾ 44/10. അപ്പോൾ ആൻസർ എത്രയായിട്ടാ 4.4 ആണോ? ആൻസർ 4.4 ജൂൾ വരും. ഓപ്ഷൻ ഡി വരും, 4.4 ജൂൾ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 10? Which of the following is true? Momentum is conserved in all collision, but kinetic energy is conserved only in inelastic collision. അത് റോങ് ആണ്. ഇലാസ്റ്റിക് കൊളിഷൻ അല്ലേ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവുള്ളൂ. ഓപ്ഷൻ ബി നൈദർ മൊമെന്റം നോർ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ഇൻ ഇനിലാസ്റ്റിക് കൊളിഷൻ. അതും തെറ്റാണ്. കാരണം ഏത് കൊളിഷനിലും മൊമെന്റം കൺസേർവ്ഡ് ആണ് അല്ലേ. സി എന്താണ്? മൊമെന്റം ഈസ് കൺസേർവ്ഡ് ഇൻ ഓൾ കൊളിഷൻ ബട്ട് നോട്ട് കൈനറ്റിക് എനർജി. അത് ശരിയാണ്. ഏത് കൊളിഷൻ എടുത്താലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി ഇലാസ്റ്റിക്കിൽ മാത്രമേ കൺസേർവ്ഡ് ആവുള്ളൂ. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11. ക്വസ്റ്റ്യൻ നമ്പർ 11. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 11? 2 spheres of equal mass collide with the collision being absolutely elastic but not central. Then theta. ഞാനൊരു സ്പെഷ്യൽ കേസ് പറഞ്ഞിട്ടുണ്ട് ലെവൽ 2 ഈക്വൽ മാസ് വന്നു കഴിഞ്ഞാൽ കൊളിഷന് ശേഷം ദേ വിൽ മൂവ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഈക്വൽ മാസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലേ, കൊളിഷന് ശേഷം ദ പാർട്ടിക്കിൾ വിൽ മൂവ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ അവരുടെ ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രി. ലെവൽ 2 സ്പെഷ്യൽ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 12? 2 particles are seen to collide and move jointly together after collision. അപ്പോൾ അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ അല്ലേ. ജോയിൻ ടുഗദർ ആയി കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ബോത്ത് മെക്കാനിക്കൽ എനർജി ആൻഡ് ലീനിയർ മൊമെന്റം ആർ കൺസേർവ്ഡ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? 2 particles are seen to collide and move jointly together after collision during such a collision for the total system. എന്തായാലും ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ശരിയല്ലേ? മെക്കാനിക്കൽ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും? മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. എടീ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യലാണ്. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. മാറിപ്പോരുത്. ഇവിടെ ഏത് ടൈപ്പ് കൊളിഷൻ ആണെങ്കിലും ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല. പക്ഷേ എനർജി എന്താവും? പല ഫോമിൽ നഷ്ടപ്പെടും. പക്ഷെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഏത് കൊളിഷനിലും ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിക്കോണമെന്നില്ല. കാരണം മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ആരാണ്? കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ ചേർന്നാലാണ് മെക്കാനിക്കൽ. സാധാരണ ഈ ഇൻഇലാസ്റ്റിക് കൊളിഷനൊക്കെ എന്ത് ചെയ്യും? ഹീറ്റ് ഫോം ചെയ്യും. അപ്പോൾ മെക്കാനിക്കൽ എനർജി അല്ലാണ്ട് തന്നെ എനർജി ലോസ് ചെയ്യുന്നത് ഹീറ്റിന്റെ ഫോമിലൊക്കെയാണ്. അപ്പോൾ മെക്കാനിക്കൽ എനർജി ഒരിക്കലും എന്താവില്ല? കൺസേർവ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ലീനിയർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് ബട്ട് നോട്ട് മെക്കാനിക്കൽ എനർജി. ടോട്ടൽ. അപ്പോൾ മാറിപ്പോയത്, കൺഫ്യൂഷൻ വേണ്ട. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഓൺലി പൊട്ടൻഷ്യൽ പ്ലസ് കൈനറ്റിക്. ഇവർ കൺസേർവ്ഡ് ആവില്ല. കാരണം കൈനറ്റിക് എനർജി വേറെ ഏതെങ്കിലും ഫോമിൽ നഷ്ടപ്പെടും. മെയിൻലി ഇടിക്കുന്ന സമയത്ത് ഹീറ്റ് ഒക്കെ ആയിട്ടാണ് നഷ്ടപ്പെടുക. പക്ഷെ ടോട്ടൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്താവില്ല? കൺസേർവ്ഡ് ആവില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 13? ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ബിക്കംസ് 4 times ദെൻ ഇസ് ന്യൂ മൊമെന്റം. അപ്പോൾ കൈനറ്റിക് എനർജി മൊമെന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m. അപ്പോൾ കൈനറ്റിക് എനർജി ഡയറക്ട്ലി പ്രപ്പോസ്ഡ് p² അല്ലേ. 2m കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര ടൈംസ് ആക്കി? 4 times ആക്കിയാൽ മൊമെന്റം എത്ര ടൈംസ് ആവുന്നല്ലേ ചോദിച്ചത്? ഇഫ് ദ കൈനറ്റിക് എനർജി ബിക്കംസ് 2 times. അപ്പോൾ മൊമെന്റം തമ്മിലുള്ള റിലേഷൻ എന്താണ്? p പ്രപ്പോസ്ഡ് √ke. p പ്രപ്പോർഷണൽ ടു √ke അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി എത്ര ടൈംസ് ആക്കി? കൈനറ്റിക് എനർജി 4 times ആക്കി. അത് 4ke വരും. 4ke എന്ന് പറയുമ്പോൾ റൂട്ട് വരും. ഇത് 2 times മാറിയിട്ടുണ്ടാവുള്ളൂ. ശരിയല്ലേ? കാരണം
മൊമെന്റം പ്രപ്പോർഷൻ ടു റൂട്ട് കെ ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി 4 ടൈംസ് ആക്കിയ റൂട്ടാണ്, റൂട്ട് ഓഫ് 4 KE. അപ്പോൾ അത് എത്ര ടൈംസേ മാറിയിട്ടുണ്ടാവുള്ളൂ? റൂട്ട് ഓഫ് 4 എന്ന് പറയുമ്പോൾ 2 ടൈംസേ മാറിയിട്ടുണ്ടാവുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി വരും, ബിക്കംസ് ട്വൈസ് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 14? ഇഫ് എ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് m ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് v. ഒരു ആറ്റത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം, അയാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v, അപ്പോൾ അയാളുടെ മൊമെൻറ്റം mv. ശരിയല്ലേ? വാട്ട് വിൽ ബി ഇറ്റ് സ്പീഡ് ആഫ്റ്റർ എമിഷൻ ഓഫ് ആൻ പാർട്ടിക്കിൾ ഇഫ് ഇറ്റ് സ്പീഡ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് 0? അപ്പോൾ അതൊരു ന്യൂക്ലിയർ പ്രോസസ്സാണ് അല്ലേ, ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ ആണ്. ഒരു ആറ്റം m മൂവ് ചെയ്യുന്ന വെലോസിറ്റി v. അപ്പോൾ അത് എന്ത് ചെയ്തു? കൊളിഷന് ശേഷം ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഈ ആൽഫ പാർട്ടിക്കിൾ ആർക്ക് തുല്യമാണ്? ഹീലിയം-24 ആണ്. ആൽഫ പാർട്ടിക്കിൾ ഈസ് സിമിലർ ടു ഹീലിയം ന്യൂക്ലിയർ. ദാറ്റ് മീൻസ് അയാളുടെ മാസ് നമ്മൾ സാധാരണ ആൽഫ പാർട്ടിക്കിൾ ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ് സാധാരണ 4, മാസ് നമ്പറാണ് കുറയുക 4. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ അയാളുടെ മാസ് എത്ര ഉണ്ടാവുള്ളൂ? m-4. ഇതാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് എത്രയാണ്? നമ്മൾ സാധാരണ 4m എടുക്കും അല്ലേ. ആൽഫ പാർട്ടിക്കിളിലെ മാസ് നമ്പർ ആട്ടോ. മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാസ് നമ്പർ. കാരണം അയാളുടെ ചാർജ് ഹീലിയം-24 തുല്യമാണ്. ഹീലിയം-24 തുല്യമാണ്. ക്ലിയർ? അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിലെ മാസ് നമ്മൾ സാധാരണ 4m എടുക്കും അല്ലേ. ക്ലിയർ? അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത മാസം എത്ര ഉണ്ടാവുള്ളൂ? m-4m ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? m-4 അല്ലെങ്കിൽ 4 എടുത്താൽ മതി അല്ലേ. m-4m അല്ലെങ്കിൽ 4 എന്ന് എടുത്താൽ മതി. ഓക്കെ, നമ്പർ വെച്ചെടുത്താൽ മതി. കാരണം മാസ് നമ്പറാണ് നമ്മൾ മാസ്സായിട്ട് എടുക്കുന്നത്. ഓക്കെ, മാസ് നമ്പറാണ് എന്തായിട്ട് എടുക്കുക? മാസ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? പക്ഷേ ആൽഫ പാർട്ടിക്കിൾ എന്തായി? റെസ്റ്റായി അല്ലെ. കൊളിഷന് ശേഷം എന്ത് സംഭവിച്ചു? സ്പീഡ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ 0. അപ്പോൾ 4 × 0 പ്ലസ് അടുത്ത ആളെ മാസം എത്ര ഉണ്ടാവും? m-4 × v ഡാഷ്. അയാളെ സ്പീഡല്ലേ ചോദിച്ചുള്ളത്? വാട്ട് വിൽ ദ സ്പീഡ്? അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ആറ്റത്തിൻ്റെ മാസ് m, അയാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v. അത് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ സിമിലർ ടു ഹീലിയം ന്യൂക്ലിയർ. അപ്പോൾ അയാളെ മാസ് നമ്പർ 4 ആണല്ലേ, അറ്റോമിക് നമ്പറും മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പറാണ് നമ്മൾ മാസ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 4 പിന്നെ അയാൾ റെസ്റ്റ് ആണ് 0 പ്ലസ്. അപ്പോൾ റിമൈനിങ് മാസ് എത്ര ഉണ്ടാവുള്ളൂ? വരുമ്പോൾ m ഉണ്ടായിരുന്നു, 4 ആൽഫയ്ക്ക് പോയി, ബാക്കി m-4. അപ്പോൾ അയാളെ വെലോസിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം mv = m-4 v ഡാഷ്. അപ്പോൾ v ഡാഷ് = എന്ത് വരും? mv ഡിവൈഡിങ് ബൈ m-4. mv ഡിവൈഡിങ് ബൈ m-4 വരും. ശരിയാണോ? അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി വരും. ശരിയല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 15? എ ബോഡി ഓഫ് മാസ് m മൂവിങ് വിത്ത് എ വെലോസിറ്റി v. അപ്പോൾ അതിൻ്റെ മാസ് m മൂവിങ് വിത്ത് എ വെലോസിറ്റി v എക്സ്പ്ലോഡ്സ് ഇൻ ടു 2 പാർട്സ്. ഇതെന്തായി? സ്പ്ലിറ്റ് ചെയ്തു. എക്സ്പ്ലോഡ്സ് ഇൻ ടു 2 പാർട്സ്. വൺ കംസ് റെസ്റ്റ് ആൻഡ് അതർ ബോഡി മൂവ്സ് വിത്ത് എ വെലോസിറ്റി v. വാട്ട് വിൽ ബി ദ വെലോസിറ്റി? അപ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കേണ്ട. വൺ കംസ് ടു എന്താണ്? റെസ്റ്റ് ആണ് അല്ലേ. 2 ഈക്വൽ പാർട്സ് ആയി. 2 ഈക്വൽ പാർട്സ് ആണ്. ഒരാളെ മാസ് m/2, പക്ഷെ അയാൾ റെസ്റ്റ് ആണ്. പ്ലസ് അടുത്ത ആളെ മാസും m/2, ആ വെലോസിറ്റി v ഡാഷ്. ക്ലിയർ ആണോ? അപ്പോൾ അതിൽ v ഡാഷിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചുള്ളൂ. വാട്ട് ഷുഡ് ബി ദ വാല്യൂ? അപ്പോൾ മൊമെൻറ്റം ഡയറക്ഷൻ നോക്കേണ്ട, മാഗ്നിറ്റ്യൂഡ് എഴുതിയാൽ മതി. അപ്പോൾ mv ആണ് ഇയാളെ മൊമെൻറ്റം. അത് ഈക്വലി സ്പ്ലിറ്റ് ചെയ്തു m/2. ഒരാൾ റെസ്റ്റ്, മറ്റാളെ വെലോസിറ്റി അല്ലേ ചോദിച്ചുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? mv = m/2 v ഡാഷ്. m ക്യാൻസൽ. അപ്പോൾ v ഡാഷ് എന്ത് കിട്ടും? v ഡാഷ് = 2v കിട്ടും. v ഡാഷ് = 2v. ക്ലിയർ ആണോ? ഇവിടെ എയിംസിൽ ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കാം. മാക്സിമം എനർജി ട്രാൻസ്ഫർ ഫോർ ആൻ ഇലാസ്റ്റിക് കൊളിഷൻ വിൽ ഒക്കർ ഇഫ് വൺ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് അറ്റ്. അതെപ്പോഴും m1 = m2 ആകുമ്പോഴാണ്. m1 = m2 ആകുമ്പോഴാണ്. കാരണം m1 = m2 ആവുന്ന സമയത്ത് അവർ ഓൺലി എക്സ്ചേഞ്ച്, വെലോസിറ്റി വിൽ എക്സ്ചേഞ്ച്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇഫ് m1 = m2 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സെക്കൻഡ് ബോഡി റെസ്റ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ദേ വിൽ എക്സ്ചേഞ്ച് ദ വെലോസിറ്റി. അപ്പോൾ മാക്സിമം എനർജി ട്രാൻസ്ഫർ നടക്കും. കാരണം വെലോസിറ്റിക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ആദ്യത്തെ ആളെ വെലോസിറ്റി രണ്ടാമത്തെ ബോഡിക്ക് കിട്ടി, രണ്ടാമത്തെ ബോഡീൻ്റെ വെലോസിറ്റി ആദ്യത്തെ ബോഡിക്ക് കിട്ടി. അപ്പോൾ ആ കൈനറ്റിക് എനർജി മാക്സിമം ട്രാൻസ്ഫർ നടക്കും. ക്ലിയർ? അപ്പോൾ എപ്പോഴും കണ്ടീഷൻ എന്താണ്? m1 = m2. കാരണം m1 = m2 ആയി കഴിഞ്ഞാൽ ഓൺലി എക്സ്ചേഞ്ച് ദ വെലോസിറ്റി.
എക്സ്ചേഞ്ച് വെലോസിറ്റി. ആ വെലോസിറ്റീസ് അവർ എന്ത് ചെയ്യുള്ളൂ? എക്സ്ചേഞ്ച് ചെയ്യുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വെലോസിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യും. സോ കൈനറ്റിക് എനർജി വിൽ ബി മാക്സിമം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 17? എ ന്യൂട്രോൺ മേക്സ് എ ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളിഷൻ വിത്ത് എ സ്റ്റേഷനറി ഡ്യൂട്രോൺ. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും N01 ആണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ N01. അതേപോലെ തന്നെ ഡ്യൂട്രോൺ എന്താണ്? H11. അപ്പോൾ നമ്മൾ സാധാരണ മാസ് കമ്പയർ ചെയ്യുമ്പോൾ ഇയാളെ മാസ് M ആണെങ്കിൽ ഇയാളെ മാസ് 2m എടുക്കും നിയർലി. അപ്പോൾ നമ്മളുടെ മാസിന്റെ റിലേഷൻ എന്താ വെച്ചാൽ ന്യൂട്രോൺ N01, എൻ്റെ മാസ് M ആണെങ്കിൽ ഡ്യൂട്രോൺ എന്താണ്? H11. അയാളെ മാസ് നിയർലി എത്ര എടുക്കുക? 2m എടുക്കും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രാക്ഷണൽ എനർജി ലോസ് ഓഫ് ന്യൂട്രോൺ ആണ്. ഫ്രാക്ഷണൽ എനർജി ലോസ് ഓഫ് ന്യൂട്രോൺ. അപ്പോൾ നമുക്കറിയാം സാധാരണ ഈ കൊളിഷൻ സാധാരണ ഇലാസ്റ്റിക് കൊളിഷനാണ് സംഭവിക്കുക. അപ്പോൾ ഈ ന്യൂട്രോൺ ഈസ് മേക്ക് ഹെഡ് ഓൺ ഇലാസ്റ്റിക് കൊളിഷൻ വിത്ത് എ സ്റ്റേഷനറി ഡ്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി u ആണെന്ന് വിചാരിക്കുക. ഡ്യൂട്രോൺ എന്തിലാണ്? ഡ്യൂട്രോൺ റെസ്റ്റ് ആണ്. ഡ്യൂട്രോൺ റെസ്റ്റ് ആണ്. ശരിയല്ലേ? ദ ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ് ബൈ ദ ന്യൂട്രോൺ ആണ് ചോദിച്ചുള്ളത് അല്ലേ? ന്യൂട്രോണിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ന്യൂട്രോണിൻ്റെ കാരണം പറഞ്ഞാൽ കൊളിഷന് ശേഷം ഇപ്പം ന്യൂട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രാക്ഷണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൽറ്റ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ ഡിവൈഡിങ് ബൈ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ. അതല്ല ഫ്രാക്ഷൻ. നമ്മളെ ഫണ്ട് നേരത്തെ കഴിഞ്ഞ ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ന്യൂട്രോണിൻ്റെ കേസേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ന്യൂട്രോണിൻ്റെ കേസ് നമുക്ക് v1 കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് അതൊരു സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആകുമ്പോൾ ഓരോ കൊളിഷൻ ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫോമുല ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ v1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? v1 ഈക്വൽ ടു m1 മൈനസ് m2 അല്ലേ? അപ്പോൾ m1 എത്രയാണ്? m. അപ്പോൾ m മൈനസ് എന്താണ്? 2m ഡിവൈഡിങ് ബൈ m1 പ്ലസ് m2. m1 പ്ലസ് m2 എന്ന് പറയുമ്പോൾ 3m വരും അല്ലേ? 3m പ്ലസ് u2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ റെസ്റ്റ് ആണ്. ഇയാൾ റെസ്റ്റ് ആണ് അല്ല? ഇയാൾ റെസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യം. ഇവിടെ ഒരു u1 ഉണ്ട്. u1 എന്ന് പറഞ്ഞാൽ ഇയാളുടെ സ്പീഡ് u ആണ്. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ നമുക്കറിയാം ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആണ്. അവരെ കൊളിഷൻ എപ്പോഴും ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഫോമുല ഉപയോഗിക്കുക. പിന്നെ u2 രണ്ടാമത്തെ ബോഡി റെസ്റ്റ് ആണ്. അപ്പോൾ v1 കണ്ടുപിടിച്ചാൽ മതി. കാരണം ന്യൂട്രോണിൻ്റെ എനർജി ഫ്രാക്ഷനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എത്ര വരുന്നത്? ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു m മൈനസ് m അല്ലേ? അപ്പോൾ -u/3 കിട്ടും അല്ലേ? അപ്പോൾ ന്യൂട്രോണിൻ്റെ വെലോസിറ്റി നമുക്ക് -u/3. ഡയറക്ഷൻ കാരണമാണ് മൈനസ് വരുന്നത്. -u/3. ഓക്കെ. ഇനി കൈനറ്റിക് എനർജി ഓഫ് ന്യൂട്രോൺ. അപ്പോൾ എന്താണ്? ഡെൽറ്റ KE ന്യൂട്രോൺ ഡിവൈഡിങ് ബൈ KE ന്യൂട്രോൺ. അതല്ല വരെ ഫ്രാക്ഷണൽ എനർജി ലോസ്. അപ്പോൾ ഡെൽറ്റ KE ആണ് എന്താണ്? 12m u² അല്ലേ? ഇതാണ് ഇനീഷ്യലി ന്യൂട്രോണിൻ്റെ എനർജി. ഇപ്പം എത്രയായി? 12m. പിന്നെ നമുക്കറിയാം എനർജി ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അത് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ഷൻ നോക്കിയാൽ തന്നെ അത് മൈനസ് ചെയ്യുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവില്ലേ? അപ്പോൾ 12m എത്ര വരിക? u²/9 ഡിവൈഡിങ് ബൈ 12m u². ശരിയല്ലേ? അതുപോലെ 12m u² ക്യാൻസൽ. അപ്പോൾ 1 മൈനസ് 1/9 കിട്ടും. അപ്പോൾ ആൻസർ എത്ര തന്നെ കിട്ടുക? 8/9 തന്നെ വരും. നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ ടൈപ്പ് തന്നെ. 8/9 വരും. ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴും ഇലാസ്റ്റിക് കൊളിഷൻ ആണെങ്കിൽ വെലോസിറ്റീസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യാം. അല്ലാത്തതൊക്കെ നമ്മൾ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കാം. 19 അല്ല 18 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 18. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 18? എ ബോംബ് ഓഫ് മാസ് 3 kilogram എക്സ്പ്ലോഡ്സ് ഇൻടു 2 pieces അല്ലെ? 2 kilogram 3 kilogram. അപ്പോൾ ഇനീഷ്യലി റെസ്റ്റ് ആയിരിക്കും. ഈ 3 kilogram എന്ന് പറഞ്ഞ ആൾ ഇനീഷ്യലി എന്താണ്? റെസ്റ്റ്. എക്സ്പ്ലോഡ് ചെയ്തു. ഏതൊക്കെ പീസായിട്ട്? ഒന്ന് 2 kilogram, ഒന്ന് 1 kilogram. ശരിയല്ലേ? ദ സ്മോളർ വൺ ഗോസ് അറ്റ് എ സ്പീഡ് ഓഫ് 80 m/s. അപ്പോൾ എന്തായാലും എനർജി ഇനീഷ്യൽ മൊമെന്റ് എന്താണ്? എടാ ഇനീഷ്യൽ മൊമെന്റം 0. അങ്ങനെയെങ്കിൽ ഫൈനൽ മൊമെന്റ് എന്താവണം? 0 ആവണം. അങ്ങനെയല്ല മൊമെന്റം കൺസേർഡ് ആവാം. ടോട്ടൽ മൊമെന്റം ബിഫോർ ഇസിക്കൽ ടോട്ടൽ മൊമെന്റ് ആഫ്റ്റർ. ഇനീഷ്യലി റെസ്റ്റ് ആയതുകൊണ്ട് 0, ഫൈനലും 0 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
അപ്പം ഇയാൾ ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പോഴല്ല അവർ ഇടിച്ചിട്ട് ഓപ്പോസിറ്റിലേക്ക് പോവുക. ക്ലിയർ? കാരണം ഇയാൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇയാൾക്കൊരു മൊമെൻറ്റം, രണ്ട് മൊമെൻറ്റം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അപ്പോഴല്ലേ നെറ്റ് 0 ആയി വരിക. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം സ്മോളറിൻ്റെ എത്രയാണ്? സ്മോളർ മൂവ് ചെയ്യുന്നത് 80 ആണ്, 80 m/s. അപ്പോൾ ബിഗറിൻ്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ബിഗറിൻ്റെ അതല്ല ചോദിച്ചിട്ടുള്ളത്, ടോട്ടൽ എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്, ടോട്ടൽ എനർജി. ക്ലിയർ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക? കൺസർവേഷൻ അപ്ലൈ ചെയ്യുക. 0 ഈക്വൽ ടു എന്താ വരിക? ഈ വെലോസിറ്റി 2 എടുത്തു, 2 × v മൈനസ് 80 × 1 വരും, 80 × 1 വരും. അതിന് നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? അതിന് നമുക്ക് v കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? കാരണം കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ട് v കണ്ടുപിടിക്കാൻ പറ്റും. v കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഹാഫ് 2v² പ്ലസ് ഹാഫ് ഇൻറ്റു 1 × 80² ചെയ്താൽ ആൻസർ കിട്ടും. ചെയ്തൂടെ? എളുപ്പമാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 4.8 കിലോ. കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ വരുന്നുണ്ടാവും. ജസ്റ്റ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്ത് ഇയാളെ വെലോസിറ്റി കണ്ടുപിടിക്കുക, പിന്നെ അതിന് ശേഷമുള്ള കൈനറ്റിക് എനർജി കണ്ടാൽ മതി. ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ശ്രദ്ധിക്കണം. അത് NCERT ബുക്കിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 ബോണ്ട് ഇൻ DNA. അപ്പോൾ ഒരു ബോണ്ട് അല്ലേ, ടു ബ്രേക്ക് 1 ബോണ്ട് ഇൻ DNA. DNA ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി അത് നിയർലി ആണ് 0.1 ഇലക്ട്രോൺ വോൾട്ട്. 0.08 ആണ് വരുന്നത്, 0.7 എന്തോ ആണ്. അപ്പോൾ അത് നിയർലി നമുക്ക് എന്തെടുക്കാം? അത് NCERT ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ DNA ഒരു സോൾഡ് എക്സാമ്പിൾസിൽ അവർ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് വേറെ നമുക്ക് കാൽക്കുലേഷൻ ഒന്നുമില്ല. DNA ബ്രേക്ക് ചെയ്യാനുള്ള എനർജി 0.1 ഇലക്ട്രോൺ വോൾട്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 എന്താണ്? ഫോർ ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഏത് കൊളീഷൻ ആണെങ്കിലും എന്താണ്? ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. അത് റോങ് ആണ് അല്ലെ? ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ അത് റോങ്. ലീനിയർ മൊമെന്റ് എന്തായാലും ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലെ? ഏത് ടൈപ്പ് കൊളീഷൻ ആണെങ്കിലും. അപ്പോൾ 20ന്റെ ആൻസർ ഡി വരും. ശരിയല്ലേ? ഇനി 21 എന്താണ്? 21 ഇഫ് ദ വാട്ടർ ഫോൾസ് ഫ്രം എ ഡാം ഇൻ ടു എ ടർബൈൻ വീൽ 19.6 meter ബിലോ ദെൻ ദ വെലോസിറ്റി ഓഫ് ദ വാട്ടർ അറ്റ് ദ ടർബൈൻ. അപ്പോൾ ഒരു വാട്ടർ എന്ത് ചെയ്യണ്? ഒരു വീലിൽ പോയിട്ട് വീഴാണ് 19.6 meter ബിലോ. അപ്പോൾ നമുക്ക് ടർബൈൻ എന്ന് പറഞ്ഞാലേ മറ്റേ ഹൈഡ്രോ പവർ പ്ലാന്റിലൊക്കെ അല്ലെ, വാട്ടർ ഇങ്ങനെ പോയിട്ട് താഴേക്ക് വീഴും. അപ്പോൾ വീഴുമ്പോഴുള്ള വെലോസിറ്റി ആണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് v = √2gh ചെയ്താൽ മതി അല്ലെ? v = √, കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും, അത് താഴെ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി ആണെന്ന് പറഞ്ഞാൽ √2gh അല്ലേ? അപ്പോൾ അത് √2 × h എത്രയാണെന്നുള്ളത്? h 19.6 ആണ്. 19.6 × 10 അല്ലേ? അപ്പം 196 × 2 അല്ല. അപ്പം നിയർലി എത്ര വരെ? 19.6 വരെ വേണമെങ്കിൽ 20 എടുത്തോളൂ. നിയറസ്റ്റ് ആൻസർ എഴുതിയാൽ മതി. ശരി. അപ്പോൾ എത്ര കിട്ടുക? √400 നിയർലി 20 m/s കിട്ടും അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ആൻസർ എഴുതിയാൽ മതി 90. അല്ലാതെ എക്സാക്റ്റിലേക്കൊന്നും പോകണ്ട, അപ്രോക്സിമേഷൻ ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? അതിൻ്റെ അടുത്ത ആൻസർ എഴുതുക, 19.6 m/s കിട്ടും. ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താണ്? എ ബുള്ളറ്റ് ഈസ് ഫയേർഡ് ഫ്രം എ റൈഫിൾ, ദെൻ ദ റൈഫിൾ റീകോയിൽസ്. കൈനറ്റിക് എനർജി ഓഫ് റൈഫിൾ ആണ് ചോദിച്ചത്. ലെസ് ദാൻ കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ്, ഗ്രേറ്റർ ദാൻ ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇതിൽ ആര് കൺസേർവ്ഡ് ആയിരിക്കും? റീകോയിൽ ആകുമ്പോൾ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ? മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. നമ്മുടെ ചോദിച്ചാൽ എന്താണ്? കൈനറ്റിക് എനർജിയുടെ റിലേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് എന്തെടുക്കാം? കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ഡിവൈഡിങ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ഗൺ. കൈനറ്റിക് എനർജി ഓഫ് ഗൺ അല്ലെ, അല്ലെങ്കിൽ റൈഫിൾ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ഡിവൈഡിങ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ഗണ്ണ് കാണാൻ എന്താ ചെയ്യുക? ഹാഫ് മാസ് ഓഫ് ബുള്ളറ്റ് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് സ്ക്വയർ ഡിവൈഡിങ് ബൈ ഹാഫ് മാസ് ഓഫ് ഗൺ വെലോസിറ്റി ഓഫ് ഗൺ സ്ക്വയർ. ശരിയല്ലേ? നമ്മൾ കൈനറ്റിക് എനർജിയുടെ റിലേഷൻ നോക്കാൻ പറഞ്ഞാൽ ഹാഫ്. അപ്പോൾ ഹാഫ് ക്യാൻസൽ, പിന്നെ നമുക്ക് എന്താ എഴുതാം? ഹാഫ് ക്യാൻസൽ അല്ലേ? അപ്പോൾ mb vb² അല്ലേ? mb vb² ഡിവൈഡിങ് ബൈ എന്ത് വരും? mg vg² അല്ലേ? നമുക്ക് മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ മൊമെൻറ്റം രണ്ടാളും എന്തായിരിക്കും? സെയിം ആയിരിക്കില്ലേ? ഇനീഷ്യൽ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കില്ലേ? അപ്പോൾ നമുക്ക് മൊമെൻറ്റം വെച്ച് എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? അപ്പോൾ m² v².
അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ എം ബി സ്ക്വയർ വി ബി സ്ക്വയർ ഡിവൈഡിങ് ബൈ എം ബി. അപ്പോൾ ഞാൻ മാസ് എന്ത് ചെയ്തു, മാസ് ഓഫ് ബുള്ളറ്റ് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡും ചെയ്തു. അപ്പോൾ അവിടെ എന്ത് വരും, എം ബി സ്ക്വയർ വി ബി സ്ക്വയർ ഡിവൈഡിങ് ബൈ എം ബി. ഇതൊന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അതേപോലെ തന്നെ എം ജി സ്ക്വയർ വി ജി സ്ക്വയർ ഡിവൈഡിങ് ബൈ എം ജി. ശരിയല്ലേ? മാസ് ഓഫ് ഗണ്ണറ്റ് ഡിവൈഡും ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ എം ബി വി ബി എന്താണ്, മൊമെൻറ്റം. അപ്പോൾ പി സ്ക്വയർ ഡിവൈഡിങ് ബൈ എം ബി ഇൻറ്റു പി സ്ക്വയർ ഡിവൈഡിങ് ബൈ എം ജി അല്ലേ? കാരണം നമുക്കറിയാം മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. മൊമെൻറ്റം കൺസേർവ്ഡ് നമുക്ക് ഒഴിവാക്കാം, രണ്ടാണ് മൊമെൻറ്റം കൺസേർവ്ഡ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ഡിവൈഡിങ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ഗൺ ഈക്വൽ ടു മാസ് ഓഫ് ഗൺ ഡിവൈഡിങ് ബൈ മാസ് ഓഫ് ബുള്ളറ്റ് അല്ലെ? മാസ് ഓഫ് ബുള്ളറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്കറിയാം ബുള്ളറ്റിൻ്റെ മാസ് എന്തായിരിക്കും, എടാ ബുള്ളറ്റിൻ്റെ മാസ്. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരിക, കൈനറ്റിക് എനർജി ഓഫ് റൈഫിൾ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഗൺ എന്തായിരിക്കും, ലെസ് ദാൻ ദ കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ആയിരിക്കും. ലെസ് ദാൻ ദ കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ്. കാരണം കൈനറ്റിക് എനർജി ഓഫ് ഗണ്ണല്ല അവർ ചോദിച്ചത്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ഗൺ ഈക്വൽ ടു എന്ത് വരും, കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ഇൻറ്റു മാസ് ഓഫ് ബുള്ളറ്റ് ഡിവൈഡിങ് ബൈ മാസ് ഓഫ് ഗണ്ണ്. മാസ് ഓഫ് ബുള്ളറ്റ് ഡിവൈഡിങ് ബൈ മാസ് ഓഫ് ഗണ്ണ്. നമുക്കറിയാം മാസ് ഓഫ് ഗണ്ണ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജി ഓഫ് എന്ത് കുറവായിരിക്കും, കൈനറ്റിക് എനർജി ഓഫ് റൈഫിൾ അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ഗണ്ണ് ലെസ് ദാൻ കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, കൈനറ്റിക് എനർജിൻ്റെ ഫോമിൽ എഴുതുക, അത് ആരുമായിട്ട് കണക്ട് ചെയ്യുക, മൊമെൻറ്റം. കാരണം മൊമെൻറ്റം ഈ കേസിലൊക്കെ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. കണക്ട് ചെയ്തതിന് ശേഷം മാസ് വെച്ച് റിലേഷൻസ് നോക്കുക. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കുക. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 23? അതൊരു ഫോഴ്സ് ടൈം ഗ്രാഫാണ് കൊടുത്തുള്ളത് അല്ലേ? എ ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്ട് വാരീസ് വിത്ത് ഡിസ്റ്റൻസ് അല്ലെ? ഫോഴ്സ് വൈ ആക്സിൽ കൊടുത്തിട്ട് ഡിസ്റ്റൻസ് എക്സ് ആക്സിൽ കൊടുത്തിട്ട് വർക്ക് കാണണം 0 to 6. അപ്പോൾ അതിൻ്റെ മൊത്തം ഏരിയ ഉണ്ടാവും മതി. മൊത്തം ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ് പ്ലസ് ഹാഫ് ബി എച്ച് അല്ലേ? അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ് തന്നെ 3 into 3 9 പ്ലസ് ഹാഫ് ബി എച്ച്. ഹാഫ് ബി എത്ര വരിക, 3. അപ്പോൾ 9/2 4.5. അപ്പോൾ എത്ര ആൻസർ കിട്ടുക, 13.5 ജൂൾ. അപ്പോൾ അത് ജസ്റ്റ് ലെങ്ത് ഇൻറ്റു ബ്രെഡ് പ്ലസ് ഹാഫ് ബി എച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 24? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഗ്രാഫ് ഡെസിബിറ്റ് ദ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വേഴ്സസ് ലെങ്ത്. നമുക്കറിയാം എഫ് ഇസിക്കൽ കെ എക്സ് ആണ് അല്ലെങ്കിൽ കെ എൽ ആണ് ലെങ്ത് ആണെങ്കിൽ. അപ്പോൾ കെ ഇസിക്കൽ എന്ത് വരും, F/L. അപ്പോൾ കെ പ്രപ്പോർഷണൽ ടു 1/L. അപ്പോൾ കെയും എല്ലും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആകുമ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എപ്പോഴും എന്തായിരിക്കും, റെക്ടാങ്കുലാർ ഹൈപ്പർബോള അല്ലേ? അപ്പോൾ കെയും എല്ലും നമ്മളുടെ ഗ്രാഫ് വരച്ചാൽ എന്തായിരിക്കും, റെക്ടാങ്കുലാർ ഹൈപ്പർബോള. കാരണം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഗ്രാഫ് ഇങ്ങനെ കിട്ടുള്ളൂ, റെക്ടാങ്കുലാർ ഹൈപ്പർബോള. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 25? എ ബോഡി ഓഫ് മാസ് 5 kilogram മൂവിങ് വിത്ത് എ സ്പീഡ്. ഇല്ല, ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. സ്പീഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലീനിയർ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ റോളിംഗ് എന്നൊന്നും പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ റോളിംഗ് എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ സ്ലൈഡിങ് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, 1.5 meter/second ഓൺ എ ഹൊറിസോണ്ടൽ സ്മൂത്ത് സർഫേസ് കൊളൈഡ് ഓൺ എ സ്പ്രിംഗ് അല്ലേ? മാക്സിമം കംപ്രഷൻ. ഇത് ജസ്റ്റ് കൺസർവേഷൻ ഓഫ് എനർജി, ഹാഫ് mv² അല്ലേ? മൂവ് ചെയ്യുന്ന ബോഡിക്ക് ഹാഫ് mv² ഹാഫ് kx². ശരിയല്ലേ? നമുക്കിവിടെ റോളിംഗ് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് റോൾ ചെയ്യുന്ന ബോഡിയാണ്. പക്ഷെ ആ ബോഡി എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ഡിസ്കോ സ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഒക്കെ നമുക്ക് അറിയുള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് അതിലേക്ക് പോകണ്ട. പ്രത്യേകിച്ച് റോളിംഗ് എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി വെച്ച് ചെയ്താൽ മതി. ഹാഫ് mv² ഇസിക്കൽ ഹാഫ് kx² അല്ലേ? അതിലെന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്യാലോ അല്ലേ? എല്ലാ സംഭവം തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? സ്പീഡ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട്, എക്സ് ആണ് കാണേണ്ടത്. അതിൻ്റെ ആൻസർ എത്ര വരുന്നത്, സി ആണല്ലേ? സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഹാഫ് ക്യാൻസൽ ഇക്വേറ്റ് ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26. 26 ഞാൻ എ ബോൾ ഈസ് ബൗൺസിങ് ഡൗൺ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ്. ദ കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈസ് ഇ. ദ ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഈസ് ഡി ആൻഡ് ദ ബോൾ ഡിസെൻഡ്സ് 1 step in each bound. After each bounce it rebounds to a height h above the next lower step. The height is large enough to compare the width of the step so as the
ഇമ്പാക്ട് എഫക്റ്റീവ്ലി ഹെഡ് ഓൺ, ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ എച്ച് ആൻഡ് ഡി. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലത്തെ ഒരു സ്റ്റെപ്പുകൾ അല്ലേ. സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് എത്രയാണ് കൊടുത്തുള്ളത്? ഡി. സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് ഡി. അതേപോലെ തന്നെ ഈ ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്യുമ്പോൾ എച്ച് ഹൈറ്റിലേക്ക് ഇങ്ങനെ ബൗൺസ് ചെയ്ത് വരും. ശരിയല്ലേ? ഈ സമയത്ത് നമ്മൾ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് കൊളിഷൻ്റെ ലാസ്റ്റ് എന്തായിരുന്നു? എച്ച് സി ഈക്വൽ ടു ഡി ബൈ 1 മൈനസ് ഇ സ്ക്വയർ അല്ലേ. ഈ എച്ചും ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻ അല്ലെ, ഹൈറ്റും ഒരു 3 ഹൈറ്റ് വിഡ്ത്തൊക്കെ തമ്മിലുള്ള റിലേഷൻ എച്ച് സിക്കൽ ഡി ബൈ 1 മൈനസ് ഇ സ്ക്വയർ നമ്മൾ കൊളിഷൻ്റെ ലാസ്റ്റ് ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 27. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 27? എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം മൂവിങ് ഇൻ എക്സ് ഡയറക്ഷൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മാസ് എത്രയാണ്? മാസ് 10 കിലോഗ്രാം, മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. ഈ സബ്ജക്റ്റ് ഒരു റിട്ടാർഡിങ് ഫോഴ്സ്, ഒരു റിട്ടാർഡിങ് ഫോഴ്സ് ആണ് കൊടുത്തത്. അതുകൊണ്ട് മൈനസ് എത്രയാണ്? 0.1 x ജൂൾ പെർ മീറ്റർ അല്ലേ. ഒരു ഫോഴ്സ് കൊടുത്തു, അത് വർക്ക് വെച്ചിട്ടാണ് ആ യൂണിറ്റ് അവർ പറയുന്നത് ജൂൾ പെർ മീറ്റർ അല്ലേ. 0.1 x ജൂൾ പെർ മീറ്റർ ഡ്യൂറിങ് ദിസ് ട്രാവൽ ഫ്രം എക്സ് is equal to 20, x is equal to 20 meter to 30 meter, x is equal to 20 meter to 30. ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. ഫൈനൽ എന്ന് പറയുമ്പോൾ ഇത് ഇനീഷ്യൽ ആയിരിക്കും. അപ്പോൾ ആദ്യം കൊടുത്തുള്ള വെലോസിറ്റി ഇനീഷ്യൽ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. ഫൈനൽ കൈനറ്റിക് എനർജി. അപ്പോൾ ഈ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്യണം അല്ലേ. കാരണം ഇനീഷ്യൽ കൈനറ്റിക് എനർജി നമുക്കറിയാം, ഫൈനൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ അത് കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. വർക്ക് എങ്ങനെയാണ്? ഫംഗ്ഷൻ തന്നാൽ, കാരണം ഇത് 0.1 x ആണ് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ അല്ലേ. ആ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട, കാരണം ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. വർക്ക് എന്നാൽ ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ എന്താ വരിക? 0.1 x ഡി എക്സ് എന്താ വരിക? 0.1 കോൺസ്റ്റന്റ് എക്സ് ഡി എക്സിൻ്റെ x²/2 അല്ലേ. ലിമിറ്റ് വിൽ കം ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? 20 to 30 ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്ര വരിക? 12mv² അല്ലേ. 12 × 10 × 10 × 10 5 വരും. അപ്പോൾ 10 × 10 100 × 5 500 വരും. ശരിയല്ലേ. അപ്പം ഇനീഷ്യൽ കൈനറ്റിക് എനർജി 500 ഫൈനലാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്തൂടെ. ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്, ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ 0 to 1 dx ഇതാണ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 1.1 കോൺസ്റ്റന്റ് എക്സിൻ്റെ x²/2, അപ്പർ ലിമിറ്റ് 20 ശ്രദ്ധിക്കണം, ലോവർ ലിമിറ്റ് 20, അപ്പർ ലിമിറ്റ് 30. കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ. ഇനീഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, തന്ന ഡാറ്റ വെച്ചിട്ട് 500. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ. പിന്നെ അപ്പർ ലിമിറ്റ് കൊടുക്കുക എക്സിന്. അപ്പോൾ 30²/2 മൈനസ് 20²/2 ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 28? എ ഹെവി ട്രക്ക് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 km/h collide with a light drum at rest. A heavy truck is moving. അപ്പോൾ ലൈറ്റ് ഡ്രം, ദാറ്റ് മീൻസ് ഒരു ഹെവി ട്രക്കാണ് അല്ലേ, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ. m1 എന്ത് ചെയ്യുന്നുണ്ട്? ഒരു u1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. കൊളൈഡ് ഓൺ എ ലൈറ്റ്, അപ്പോൾ m2 ഇവിടെ റെസ്റ്റ് ആണ്, ലൈറ്റ് ബോഡിയാണ്, m2 റെസ്റ്റ് ആണ്. ശരിയല്ലേ. ഇഫ് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് അല്ലെ, ഇലാസ്റ്റിക് കൊളീഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ വെലോസിറ്റി ഓഫ് ദ ഡ്രം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കൊളീഷൻ. അത് നമ്മളൊരു സ്പെഷ്യൽ കേസ് പഠിച്ചിട്ടുണ്ട്. റെസ്റ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? m2 വെരി വെരി ഗ്രേറ്റർ ദാൻ m1 ആണ്. കാരണം ഇയാൾ ഹെവി ബോഡിയാണ്, ഇതൊരു ലൈറ്റ് ബോഡിയാണ്, അത് റെസ്റ്റുമാണ്. ആ കേസ് സ്പെഷ്യൽ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി കൊളീഷൻ്റെ സമയത്ത്. സ്പെഷ്യൽ കേസസിൽ m2 വെരി വെരി ഗ്രേറ്റർ ദാൻ m1 ആണെങ്കിൽ ഈ വെലോസിറ്റീസ് എന്താ ചെയ്യുക? v2 ഈക്വൽ ടു 2 times u1 ആണ് വരിക. ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സ്പെഷ്യൽ കേസസ് പറഞ്ഞിട്ടുണ്ട് കൊളീഷൻ്റെ കേസിൽ. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ബോഡി റെസ്റ്റ്, സെക്കൻഡ് ബോഡി റെസ്റ്റ്,
M1 അല്ലേ, M1 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ M2 അല്ലെ. സെക്കൻഡ് ബോഡി റെസ്റ്റ്, അയാൾ വളരെ ലൈറ്റ് ബോഡി, ഇയാളൊരു ഹെവി ബോഡി. അപ്പോൾ M1 വെരി വെരി ഗ്രേറ്റർ ദാൻ M2. അതേപോലെ തന്നെ സെക്കൻഡ് ബോഡി റെസ്റ്റും ആയി കഴിഞ്ഞാൽ V2 ഇസിക്കൽ 2 ടൈംസ് U1. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 120 കിട്ടും അല്ലെ. 60 ആണെങ്കിൽ 2 ടൈംസ് ആയിട്ടുണ്ടാവും, ആൻസർ 120 വരും. ക്ലിയർ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 29. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 29? A body of mass 2 kg is thrown up vertically with a kinetic energy of 490 joule. The height at which the kinetic energy of the body become half of the original value. അപ്പോൾ കൈനറ്റിക് എനർജി ഹാഫ് ആവുമ്പോഴുള്ള ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അയാൾ എറിഞ്ഞപ്പോഴുള്ള കൈനറ്റിക് എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 490 ജൂൾ. ശരിയല്ലേ? അപ്പോൾ എന്താവും? ഇതന്നെയുള്ള അയാൾ എന്ത് എനർജിയായി മാറിയിട്ടുണ്ടാവും? ആ ഹയസ്റ്റ് പോയിന്റിൽ പൊട്ടൻഷ്യൽ. കാരണം വേറെ എനർജി ലോസ് ഒന്നും ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ 490 ജൂളിൽ മാർക്കർ എറിഞ്ഞാൽ ഈ ഒരു ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ ആ 490 പൊട്ടൻഷ്യൽ എനർജിയായി മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇയാളെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എത്ര തന്നെയാണ്? 490 ജൂൾ തന്നെയല്ലേ വരിക? ക്ലിയർ? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ സാധനം MGH എന്ന് പറയാം, MGH അല്ലേ. അപ്പോൾ ത്രോൺ ചെയ്തത് 490 ജൂളിലാണ്. അത് തന്നെയാണ് എന്താവുക? ഹയസ്റ്റ് പോയിന്റ് ആ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതല്ല കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ലോസ് ഒന്നും നമ്മൾ സാധാരണ എടുക്കാറില്ല, ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റിൽ പറയും. ഓക്കെ, അപ്പോൾ അതിൽ അങ്ങനെയൊന്നുമില്ല. 490 ജൂൾ ഇത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുക. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ഹൈറ്റ് അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ബിക്കംസ് ഹാഫ് ഓഫ് ദ ഒറിജിനൽ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് കാണണം? ഹൈറ്റ് കണ്ടുപിടിക്കണം. എന്താവണം? ഇതിന്റെ പകുതി. ദാറ്റ് മീൻസ് mgh ഡാഷ് ഈക്വൽ ടു എന്ത് കിട്ടും? mgh ഡാഷ് ഈക്വൽ ടു എന്താ കിട്ടുക? ദ ഹൈറ്റ് ആണ് h ഡാഷ്. mgh ഡാഷ് ഇസ് കൈനറ്റിക് എനർജി ബിക്കം ഹാഫ് ഓഫ് ദ ഒറിജിനൽ വാല്യൂ. അപ്പോൾ ke/2. അപ്പോൾ കൈനറ്റിക് എനർജി ഹാഫ് ആവുമ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ mgh ഡാഷ് ഇസ് ഈക്വൽ ടു ke/2. ഈ കെയ്ക്ക് വരെ നമുക്ക് ആരെ തന്നെ എടുക്കാം? കെയ്ക്ക് വരെ നമുക്ക് 490 എടുക്കാം. അപ്പോൾ 490/2. 490/2 എന്ന് പറയുമ്പോൾ 245 വരും അല്ലേ? 245 അല്ലേ? 245 ആവുമ്പോൾ h ഡാഷ് ഇസ് ഈക്വൽ ടു 245 ഡിവൈഡിങ് ബൈ mg. 245 ഡിവൈഡിങ് ബൈ മാസ് എത്രയാണ്? 2 കിലോഗ്രാം. 2 × g 10. അപ്പോൾ 245/20 ചെയ്താൽ മതി. 240/20 12.25 ആണ് ആൻസർ. 12.25 മീറ്റർ. ക്ലിയർ ആണോ? അപ്പോൾ എറിഞ്ഞപ്പോൾ കൈനറ്റിക് എനർജി അതിനാണ് ഇയാളെ പൊട്ടൻഷ്യൽ എനർജി MGH എന്ന് പറയുന്നത് അല്ലേ. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം, അത് പകുതി. അപ്പോൾ MGH ഡാഷ് എത്ര ഹൈറ്റിൽ കൈനറ്റിക് എനർജി പകുതിയാവുമെന്ന് വെച്ചാൽ 490/2 അല്ലേ, h ഡാഷ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 30. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 30? എ ബോഡി ഈസ് മൂവ്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ബൈ എ മെഷീൻ വിത്ത് എ കോൺസ്റ്റന്റ് പവർ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇറ്റ് ആൻഡ് ടൈം t പ്രപ്പോർഷണൽ ടു. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. പവറിൻ്റെ സമയത്ത് ഡിസ്റ്റൻസും ടൈമും കോൺസ്റ്റന്റ് പവറിലെ റിലേഷൻ എന്തായിരുന്നു കിട്ടിയത്? എസ് പ്രപ്പോർഷണൽ ടു t⁻³ എസ് പ്രപ്പോർഷണൽ ടു t⁻³. വെലോസിറ്റിയും ടൈമും റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 31? ഇഫ് ദ ലീനിയർ മൊമെൻറ്റം ഇൻക്രീസ്ഡ് ബൈ 50% ആണ്. ശ്രദ്ധിക്കണം, ലീനിയർ മൊമെൻറ്റം ഇൻക്രീസ്ഡ് ബൈ ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എപ്പോഴും 100 എടുക്കുക അല്ല. പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റിൽ ഇനീഷ്യൽ മൊമെൻറ്റം എപ്പോഴും എത്ര എടുക്കുക? 100. ഫൈനൽ എത്ര എടുക്കുക? ഇൻക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ 50% ചേഞ്ച് ചെയ്തു. അപ്പോൾ പുതിയതാണ് നമുക്ക് വേണ്ടത് 180. ക്ലിയർ? അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം 100, ഫൈനൽ മൊമെൻറ്റം ഇൻക്രീസ്ഡ് ബൈ ആണ്. ഇൻക്രീസ്ഡ് 2 എന്ന് പറഞ്ഞാൽ പുതിയ തന്നെ എടുക്കുക, ബൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്, ആഡ് ചെയ്യുക. അപ്പോൾ 100 + 50 150. ഇനി നമുക്ക് കൈനറ്റിക് എനർജിയാണ് കണ്ടത്. എന്താണ് ഫോർമുല? കൈനറ്റിക് എനർജി ഇസ് p², നമ്മളല്ല pf² - pi² ഡിവൈഡിങ് ബൈ pi² × 100. നമ്മൾ ക്ലാസ്സിൽ എക്സാമ്പിൾസ് ചെയ്യൂലേ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ പെർസെൻറ്റേജ് ആണുള്ള ഫോർമുല എന്താണ്? pf² - pi² ഡിവൈഡിങ് ബൈ pi² × 100. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ആൻസർ 125% ആണ് വരുന്നത്. ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 32? എ ബോഡി മൂവ്സ് ഫ്രം റെസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? u0 ആണ് അല്ലേ. എ ബോഡി മൂവ്സ് ഫ്രം റെസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ കൈനറ്റിക് എനർജിയും എക്സും നമ്മളുള്ള ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ.
അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി വരണം, ഇവിടെ എക്സ് വരണം. കൈനറ്റിക് എനർജിയും ഡിസ്പ്ലേസ്മെൻറ്റും നമ്മളുള്ള ഡിസ്റ്റൻസും നമ്മളുള്ള ഗ്രാഫാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്യാൻ ആദ്യം കൈനറ്റിക് എനർജി നമുക്കറിയാം എന്താണ്, ഹാഫ് എം വി സ്ക്വയർ അല്ലേ. കൈനറ്റിക് എനർജി ഈസിക്കൽ ഹാഫ് എം വി സ്ക്വയർ. വെലോസിനെ ഞാൻ മാറ്റാം ഇൻ ടേംസ് ഓഫ് ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വെലോസിറ്റിക്ക് വരെ എന്താ എഴുതാ, എ ടി. കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ എ സ്ക്വയർ ടി സ്ക്വയർ, ശരിയല്ലേ, എ സ്ക്വയർ ടി സ്ക്വയർ. പിന്നെ നമുക്കറിയാം ഹാഫ് കോൺസ്റ്റൻ്റ് ആണ്, മാസ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ആക്സിലറേഷനും കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയും ടൈമും തമ്മിൽ നോക്കിയാൽ പോരെ. സോ കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ, ശരിയല്ലേ. കാരണം ബാക്കി എല്ലാവരും കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ. പക്ഷെ നമുക്ക് ടി അല്ല വേണ്ടത്, എക്സ് ആണ് വേണ്ടത്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ ടീനും എക്സിനും. എക്സ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതിൽ യു 0 ആണ് അല്ല. അപ്പോൾ എക്സ് ഈക്വൽ വെറും ഹാഫ് എ ടി സ്ക്വയർ മതി അല്ലേ. കാരണം എക്സിന്റെ ജനറൽ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, പക്ഷേ യു 0. അപ്പോൾ എക്സ് ഈക്വൽ ഹാഫ് എ ടി സ്ക്വയർ. ചുരുക്കി പറഞ്ഞാൽ ഹാഫ് കോൺസ്റ്റന്റ്, എ കോൺസ്റ്റന്റ്. അപ്പോൾ എക്സ് പ്രപ്പോർഷണൽ ടു എന്താണ്, ടി സ്ക്വയർ. എക്സ് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ. അപ്പോൾ കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു എന്ത് വരും, കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു എക്സ് വരും അല്ലേ. കാരണം കൈനറ്റിക് എനർജി പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ, ടി സ്ക്വയർ പ്രപ്പോർഷൻ ടു എക്സ്. അപ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി പ്രപ്പോർഷൻ ടു ടി സ്ക്വയർ ഒരു എക്സ്, കൈനറ്റിക് എനർജി പ്രപ്പോർഷൻ ടു എക്സ്. അപ്പോൾ ഡയറക്ട്ലി പ്രപ്പോർഷൻ വന്നാൽ ഗ്രാഫ് ലീനിയർ അല്ലെ. ഡയറക്ട്ലി പ്രപ്പോർഷൻ വന്നാൽ ഗ്രാഫ് ലീനിയർ, ശരിയല്ലേ. അപ്പോൾ ഓപ്ഷൻ സി കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 33? എ ബോൾ ഇംപിഞ്ചസ്. ഇംപിഞ്ചസ് എന്ന് പറഞ്ഞാൽ തുളച്ച് കയറുക എന്നുള്ള അർത്ഥം അല്ലേ. എ ബോൾ ഇംപിഞ്ചസ് ഡയറക്ട്ലി ഓൺ എ സിമിലർ ബോൾ അറ്റ് റെസ്റ്റ് അല്ലേ. സിമിലർ ബോൾ അറ്റ് റെസ്റ്റ്. The first ball brought to rest by the impact. The half of the kinetic energy is lost by impact. The value of coefficient of restitution. അല്ല, അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, ഇ ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡിങ് ബൈ U1 മൈനസ് U2, ശരിയല്ലേ. ഇനി എന്താണ്, എ ബോൾ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ആ ബോളിന് എന്തുണ്ട്, സിമിലർ ബോൾ. അപ്പോൾ മാസൊക്കെ സെയിം ആണ്. അപ്പോൾ ആദ്യം ഈ ബോള് മൂവ് ചെയ്യുന്ന സ്പീഡ് U1 ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ബോൾ മൂവ് ചെയ്യുന്ന സ്പീഡ് U1, സിമിലർ ബോൾ അറ്റ് റെസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ബോൾ ഇനീഷ്യലി എന്താണ്, റെസ്റ്റ് ആണ്. അപ്പോൾ അയാൾക്ക് വെലോസിറ്റി U2 0, ശരിയല്ലേ, U2 0. കൊളിഷന് ശേഷം എന്തായി, ഫസ്റ്റ് ബോൾ റെസ്റ്റായി. കൊളിഷന് ശേഷം ഫസ്റ്റ് ബോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ V1 0 ആയി. ഫസ്റ്റ് ബോൾ റെസ്റ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ വെലോസിറ്റി V1 അല്ലേ, V1 0. സെക്കൻഡ് ബോൾ ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ടാവും, അത് നമുക്ക് V2 എടുക്കാം. അത് നമുക്ക് എന്തെടുക്കാം, V2 എടുക്കാം. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. രണ്ടും സിമിലർ ബോൾസ് ആണ്. ഇയാൾ മൂവ് ചെയ്യുന്ന സ്പീഡ് U1, രണ്ടാമത്തെ ആൾ റെസ്റ്റ്. കൊളിഷന് ശേഷം ആദ്യത്തെ ആൾ റെസ്റ്റ് ആയി, രണ്ടാമത്തെ ആൾ മൂവ് ചെയ്യാൻ തുടങ്ങി, ശരിയല്ലേ. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഇത് ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. നമുക്ക് ആ ഫോർമുലാസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഈ കൊളിഷൻ ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കൈനറ്റിക് എനർജി എന്താ കണ്ടുപിടിക്കേണ്ടത്, ഹാഫ് ഓഫ് ദ കൈനറ്റിക് എനർജി ലോസ്. അപ്പോൾ കൈനറ്റിക് എനർജി ലോസ് ആയി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആ കൈനറ്റിക് എനർജി ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താ വരിക, കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഹാഫ് എം U1 സ്ക്വയർ, ശരിയല്ലേ. കാരണം രണ്ടാമത്തെ ആൾക്ക് കൈനറ്റിക് എനർജി ഇല്ലല്ലോ. അതേപോലെ കൈനറ്റിക് എനർജി ഫൈനലോ, കൈനറ്റിക് എനർജി ഫൈനൽ എന്താ വരിക, ഹാഫ് എം V2 സ്ക്വയറും വരും, ഹാഫ് എം V2 സ്ക്വയറും വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ കെ എന്താ വരിക, ഹാഫ് എം എന്താണ് U1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ അല്ലേ. U1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ, അതല്ല ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ക്ലിയർ. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്തായാലും ഇനീഷ്യൽ ആയിരിക്കും കൂടുതൽ, കാരണം എനർജി ലോസ് ആവൂലേ. അപ്പോൾ ഹാഫ് എം കോമൺ U1 സ്ക്വയർ മൈനസ് V2 സ്ക്വയർ ഈക്വൽ, ഇത് ആർക്ക് തുല്യാന്ന് പറഞ്ഞു, ഹാഫ് ഓഫ് ദ കൈനറ്റിക് എനർജി ഈസ് ലോസ് ബൈ ദ ഇമ്പാക്ട് ആണ്. അപ്പോൾ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഹാഫ്. അപ്പോൾ എന്ത് കിട്ടി, ഹാഫ് ഇൻറ്റു ഹാഫ് എം U1 സ്ക്വയർ ആണ്, ശരിയല്ലേ. എടാ സംഭവം എന്താണ്, ഇതല്ലേ ലോസ് ഇൻ കൈനറ്റിക് എനർജി. എന്താ പറഞ്ഞത്, ദ ഹാഫ് ഓഫ് ദ കൈനറ്റിക് എനർജി ഈസ് ലോസ് ആണ്. അപ്പോൾ ഓൾറെഡി ഇതാണ് വരുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി, ഇതിന്റെ ഹാഫ് ലോസ് ചെയ്യുന്ന അർത്ഥം. അപ്പോൾ ഇതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഹാഫ് എം U1 സ്ക്വയർ അല്ലേ. ഇതാണ് വരുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി. അപ്പോൾ ഹാഫ് എം U1 സ്ക്വയർ, അതിന്റെ ഹാഫാണ് ലോസ് ആയത്. അപ്പോൾ അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/2, അത് ഇതായിരിക്കും. അപ്പോൾ അതിൽ ഹാഫ് ക്യാൻസൽ ചെയ്യാം.
അല്ലേ? എമ്മും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അവസാനം നമുക്ക് എന്താ കിട്ടിയത്? u1² മൈനസ് v2² ഈക്വൽ ടു എന്ത് കിട്ടി? u1² by 2i. ശരിയല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ u1² ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? v2 മൈനസ് v1 അല്ലേ? അപ്പൊ v2 മൈനസ് v1 എന്തായാലും 0 ആണ്. അപ്പൊ അത് v2 ഡിവൈഡിങ് ബൈ പിന്നെ u1 ഉണ്ട്. അപ്പൊ വെറും v2 by u1 കണ്ടാൽ മതി. v2 by u1 ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? v2 u1 നമ്മളെ റിലേഷൻ കിട്ടും. കാരണം v2നെ അങ്ങോട്ടും ഉണ്ടാവുക, ഇയാൾ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ v2 u1 നമ്മളെ റിലേഷൻ കിട്ടും. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? ഡയറക്റ്റ് കിട്ടും. കാരണം v1 0 എന്ന് ക്വസ്റ്റിൽ അറിയാം, u2 0 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ജസ്റ്റ് ഇത് സോൾവ് ചെയ്യുക മീൻസ് എന്താണ്? v2നെ അങ്ങോട്ടുണ്ടോ, ഇയാൾ അങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ v2 u1 നമ്മളെ റിലേഷൻ കിട്ടും. അത് ജസ്റ്റ് റേഷ്യോ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ് ആൻസർ വരുന്നത്? 33. 33ൻ്റെ ആൻസർ സി ആണ് കേട്ടോ, 1/√2. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 34 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 34? With what minimum speed v must a small ball should be pushed inside a smooth vertical tube from a height h so that it may reach the top of the tube? അപ്പോൾ നമുക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഒരു ബോൾ ഉണ്ട്, ആ ബോൾ h ഹൈറ്റ് എന്നാണ് നമ്മൾ താഴേക്ക് വിടുന്നത് അല്ലേ? അപ്പോൾ h ഹൈറ്റിൽ എന്തുണ്ട്? താഴേക്ക് വിട്ടു v വെലോസിറ്റിയിൽ അയാൾ ഹയസ്റ്റ് പോയിന്റിൽ എത്തണം. കറങ്ങുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, വെർട്ടിക്കൽ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യമൊന്നും ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ല. ഇറ്റ് മേ റീച്ച് ദ ടോപ്പ് ഓഫ് ദ ട്യൂബ്. ആ ട്യൂബിന്റെ ടോപ്പിൽ എത്തിയെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്? ടോട്ടൽ എനർജി അറ്റ് 1 point സീക്കൽ ടോട്ടൽ എനർജി അറ്റ് സെക്കൻഡ് അല്ല, നമ്മൾ ആ ഡ്രോപ്പ് ചെയ്യുന്ന പോയിന്റിലെ ടോട്ടൽ എനർജിയും ആ ഹയസ്റ്റ് പോയിന്റിൽ എത്തിയപ്പോൾ ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ്? h ഹൈറ്റ് എന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ mgh എന്ന പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും അല്ല, ബോൾ ഡ്രോപ്പ് ചെയ്യുന്നത് h ഹൈറ്റ് എന്നാണ്. അപ്പോൾ mgh എന്നുള്ള പൊട്ടൻഷ്യൽ എനർജി പ്ലസ് അവിടുന്ന് ഒരു വെലോസിറ്റി ഉണ്ട്, ½ mv². ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, ആ ബോൾ h ഹൈറ്റ് എന്നാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹൈറ്റ് കാരണം പൊട്ടൻഷ്യൽ എനർജി പ്ലസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി കാരണം കൈനറ്റിക് എനർജി ½ mv² ഈക്വൽ ടു അത് എവിടെ എത്തി? എടാ ബോള് ഇങ്ങനെയല്ല സംഭവം. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഡ്രോപ്പ് ചെയ്തു അല്ല, ആ സാധനം ഇവിടെ എത്തിയില്ലേ? ഇവിടെ എത്തുമ്പോൾ എന്ത് എനർജി ഉണ്ടാവുള്ളൂ? ഹയസ്റ്റ് പോയിന്റ് എത്തിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് സ്വാഭാവികമായിട്ട് എന്ത് എനർജി നോക്കിയാൽ മതി? ഇവിടെ കറങ്ങുന്ന കാര്യം പറഞ്ഞിട്ടില്ല, ഹയസ്റ്റ് പോയിന്റ് എത്തിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ, mgh. ആർക്ക് തുല്യമായിരിക്കും? 2r അല്ലേ? കാരണം ആ ഹൈറ്റ് ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഡയമീറ്റർ അല്ലേ? ഗ്രൗണ്ടിൽ നിന്ന് ആ ഹയസ്റ്റ് പോയിന്റിലേക്ക് ഡയമീറ്റർ വരും 2r അല്ല. ആൻസർ ഇൻ ടേംസ് ഓഫ് r അല്ല കൊടുത്തുള്ളത്. അപ്പോൾ m ക്യാൻസൽ ആയി പോവും അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടത്? മിനിമം വെലോസിറ്റി v ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് സോൾവ് ചെയ്തിട്ട് v കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഈ സംഭവം സോൾവ് ചെയ്തതിന് ശേഷം ആരെ കണ്ടുപിടിക്കുക? v കണ്ടുപിടിക്കുക. ക്ലിയർ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 35 അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. ചെക്ക് ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 35 എന്താണ്? എ ബോഡി ഓഫ് മാസ് m1 കൊളൈഡ് ഇലാസ്റ്റിക്കലി. അപ്പോൾ അത് ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ ഫോർമുലാസ് v1 v2 ഫോർമുലാസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ബോഡി ഓഫ് മാസ് m1 കൊളൈഡ് ഇലാസ്റ്റിക്കലി വിത്ത് അനദർ ബോഡി m2 അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇയാൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ സ്പീഡ് u1, m2 റെസ്റ്റ് ആണ്. m2 റെസ്റ്റ് ആകുമ്പോൾ u2 0. ശരിയല്ലേ? u2 0. പിന്നെ എന്ത് സംഭവിച്ചു? ഇഫ് ദ വെലോസിറ്റി ഓഫ് m1 ആഫ്റ്റർ കൊളിഷൻ ബിക്കം, പിന്നെ കൊളിഷന് ശേഷം m1ന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v1 ആണ്. v1 ആർക്ക് തുല്യമായി? ഇഫ് ദ വെലോസിറ്റി ഓഫ് m1 ആഫ്റ്റർ കൊളിഷൻ ബിക്കം 2/3 ടൈംസ് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ഇത് 2/3 u1 ആയി. ശരിയല്ലേ? കൊളിഷന് ശേഷം m1 മൂവ് ചെയ്യുന്ന സ്പീഡ് v1. ആ v1 ആർക്ക് തുല്യമാണ്? 2/3 u1. റേഷ്യോ ഓഫ് ദെയർ മാസസ്, ദാറ്റ് മീൻസ് m1:m2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. m1:m2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പൊ എന്തായാലും v1 തന്നിട്ടുണ്ട് 2/3 u1. ക്ലിയർ അല്ലേ? ഇനി v2 നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ആ ഫോർമുല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എടാ ആ ഫോർമുലയിൽ നിന്ന് ആരെ കണ്ടുപിടിക്കുക? v2 കണ്ടുപിടിക്കുക. ക്ലിയർ? ഈ ഡാറ്റ എന്ത് ചെയ്യുക? ഇതിൽ ഈ ഫോർമുലയിൽ m2 - m1 by m1 plus m2 into u2 plus 2m1 u1 ഡിവൈഡിങ് ബൈ m1 plus m2. അത് ഫുൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം v2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? v1 എന്തായാലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? v2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ
2m1u1 പ്ലസ് ഇതിൽ സബ്, കാരണം ഈ ടേം 0 ആയി പോകും, കാരണം ഇയാൾ u2, ഇയാൾ റെസ്റ്റ് ആണ്. അപ്പോൾ ഈ ടേം 0 ആയി പോകും. സെക്കൻഡ് നോക്കിയാൽ മതി അല്ലേ. സെക്കൻഡ് എന്താണ്? 2m1u1 അല്ലേ. 2m1u1 ഡിവൈഡിങ് ബൈ m1 പ്ലസ് m2. അപ്പോൾ m1 പ്ലസ് m2 വരും, ശരിയല്ലേ. u1 ഇതാണ് v2 കിട്ടുക അല്ലേ. അപ്പോൾ v2 കിട്ടിയാൽ വേറെ ഒന്നും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല അല്ലേ. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ m1 ആഫ്റ്റർ കൊളിഷൻ ബിക്കം 2/3, അത് തന്നുണ്ട്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്ത് എന്താ വരിക? m1u1 പ്ലസ് 0 ഈക്വൽ ടു m1 2/3u1 പ്ലസ് m2 v2, m2 v2, ശരിയല്ലേ. m2 v2, v2ന് പിന്നെ ഏത് വാല്യൂ എടുക്കേണ്ടി വരും? 2m1u1 ഡിവൈഡിങ് ബൈ m1 പ്ലസ് m2. 2m1 v1 ഡിവൈഡിങ് ബൈ m1 പ്ലസ് m2. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? റേഷ്യോ കാണാം, m1:m2. ഇത് നമുക്ക് ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡയറക്റ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം m1:m2 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഒരു എനർജി, കൈനറ്റിക് എനർജി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. കൈനറ്റിക് എനർജി വെച്ചിട്ട്, ഓക്കെ, ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ് അല്ലേ. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക? കുറച്ചും കൂടി എളുപ്പത്തിൽ കൈനറ്റിക് എനർജി വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അവർ ശ്രദ്ധിക്കുക, കാരണം കൊളീഷൻ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊമെന്റും കൺസേർവ്ഡ് ആയിരിക്കും, അതേപോലെ തന്നെ എന്താണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ v1 കിട്ടി. ഇനി m2 എന്താണ്? m2 മൂവ് ചെയ്യുന്ന സ്പീഡാണ് v2. അപ്പോൾ നിങ്ങൾ ആദ്യം മൊമെന്റം, കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന് ഒരു ഇക്വേഷൻ കിട്ടുക അല്ലേ. മൊമെന്റത്തിന് നേരത്തെ എഴുതിയ പോലെ ഒരു ഇക്വേഷൻ. ഇനി അതിലെ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ എഴുതാം, കാരണം ഇലാസ്റ്റിക് കൊളീഷൻ ആയതുകൊണ്ട് കൈനറ്റിക് എനർജി എന്താണ്? കൺസേർവ്ഡ് ആണ്. എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്താൽ m1/m2 കാണണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ് കൊടുത്തിട്ടുള്ളത്, 5:1. 5:1. ഇനി അടുത്ത് നോക്കുക ക്വസ്റ്റ്യൻ നമ്പർ 36. ക്വസ്റ്റ്യൻ നമ്പർ 36 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു മാസ് ഉണ്ട് 1/2 കിലോഗ്രാം. ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട് 1 ന്യൂട്ടൺ അല്ലേ. 1 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പ്രിങ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 1 കിലോഗ്രാം മാസ് എഗെയിൻ അല്ലേ. ഇനീഷ്യലി ദ സ്പ്രിങ് അറ്റ് ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത് ആൻഡ് ബോത്ത് ദ ബ്ലോക്സ് ആർ ഇൻ റെസ്റ്റ്. അപ്പോൾ ഇനീഷ്യലി ഇവർ എന്താണ്? റെസ്റ്റിലാണ് അല്ലേ. ദെൻ ഡിറ്റർമിൻ ദ മാക്സിമം എക്സ്റ്റൻഷൻ ഇൻ ദ സ്പ്രിങ്. ആ സ്പ്രിങ്ങിന്റെ എക്സ്റ്റൻഷൻ, ദാറ്റ് മീൻസ് കുറച്ച് കഴിയുമ്പോൾ ഒരു മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ ഫോഴ്സ് കാരണം. ഇനീഷ്യലി റെസ്റ്റ് ആണ്, പിന്നെ ഈ ഫോഴ്സ് കിട്ടിയിട്ട് ഒരു മൂവ് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം ഇയാൾ മൂവ് ചെയ്യുന്ന ആക്സിലേഷൻ എ, ഇയാൾ മൂവ് ചെയ്യുന്ന ആക്സിലേഷനും എ, കാരണം ഒരു സിസ്റ്റം ആയിട്ടല്ല മൂവ് ചെയ്യുക. ഇയാളെ സ്പ്രിങ് കോൺസ്റ്റന്റ് കെ. ക്ലിയർ? അപ്പോൾ നമുക്ക് ആദ്യം ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ കാണാൻ പറ്റും. എങ്ങനെ ആക്സിലറേഷൻ കാണാം? എ ഈസ് ഈക്വൽ ടു F/m, ന്യൂട്ടന്റെ സെക്കൻഡിൽ. F എന്ന് പറഞ്ഞാൽ 1, m എന്ന് പറഞ്ഞാൽ 1 + 1/2 അല്ല. ടോട്ടൽ മാസ് അല്ല നമ്മൾ നോക്കുക, ആക്സിലറേഷൻ, സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ അല്ലേ. ഫോഴ്സ് ബൈ മാസ് 1/1 + 1/2 എത്ര കിട്ടുക? 3/2, 2/3. അപ്പോൾ ആക്സിലറേഷൻ എത്ര കിട്ടുക? 2/3 m/s² കിട്ടും. ശരിയല്ലേ? ഇനിയിപ്പോൾ ഒരു നീങ്ങാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ഒരു x1 എമൗണ്ട് നീങ്ങിനിയായിരിക്കാം. ഈ ബ്ലോക്ക് ഒരു x1 എമൗണ്ടും ഈ ബ്ലോക്ക് ഒരു x2 എമൗണ്ടും നീങ്ങിനിയായിരിക്കാം. സ്പ്രിങ് എക്സ്പാൻഷനും കംപ്രഷനും ഉണ്ടാവില്ലേ. അപ്പോൾ ഇയാൾ x1 എമൗണ്ടും ഇത് x2 എമൗണ്ടും വിചാരിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ അപ്ലൈ ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യുക? ഈ വർക്കാണ് എന്താണ്? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ 1 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഇങ്ങോട്ടേക്കൊരു റിയാക്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ലേ അല്ലെ. ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഒരു റിയാക്ഷണൽ ഫോഴ്സ് ഉണ്ടാവില്ലേ. അപ്പോൾ അതെങ്ങനെയാണ് വരിക? F മൈനസ്, കാരണം ഇത് സഹായിക്കും, ഇത് ഒപ്പോസ് ചെയ്യും. ആ ഫോഴ്സ് എന്താ വരിക? MA 1/2 × A അല്ലേ. 1/2 MA. MA എന്ന് പറഞ്ഞാൽ ഒരു സ്യൂഡോ ഫോഴ്സ് അല്ലേ, ഇയാൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരിക A ഇൻറ്റു ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് x1 ആണെന്ന് വിചാരിക്കുക, x1. ഓക്കെ, പ്ലസ് അടുത്ത ബ്ലോക്കിന് എന്തായാലും ഡയറക്റ്റ് ഫോഴ്സ് വരുന്നില്ല. അപ്പോൾ അയാൾ നീങ്ങുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 1 × A × x2 അല്ലെ. 1 × A × x2 ഈക്വൽ ടു ഇതായിരിക്കും ആ സ്പ്രിങ്ങിൽ കിട്ടിയ വർക്ക്. ആ സ്പ്രിങ്ങിൽ കിട്ടിയ വർക്ക് എത്രയായിരിക്കും? ½ K × x1 + x2² അല്ലേ. കാരണം
ഇയാളത് x1 ഇയാളത് x2. അപ്പോൾ ടോട്ടൽ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു x1 പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫിന് എന്ത് കൊടുക്കുക? എഫിന് 1 ന്യൂട്ടൺ കൊടുക്കുക, ആക്സിലേഷൻ ഈ വാല്യൂ കൊടുക്കുക, എന്നിട്ട് ഇയാളെ വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം. അതിനുശേഷം ആരെ കണ്ടുപിടിക്കേണ്ടത്? കെൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. x1 പ്ലസ് x2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x1 പ്ലസ് x2. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു സ്യൂഡോ ഫോഴ്സ് ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഫ് മൈനസ്, ഇതാണ് വർക്ക്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എഫ് മൈനസ് ഇത് ഹാഫ് എ ഇൻറ്റു x1 പ്ലസ് ഇനി ഇയാൾക്ക് ഡയറക്റ്റ് ഫോഴ്സ് MA 1A അല്ല ഡിസ്പ്ലേസ്മെന്റ് x2. അപ്പോഴല്ല വർക്ക് ആവുള്ളൂ. ഈ വർക്കാണ് സ്പ്രിങ്ങിന്റെ ടോട്ടൽ വർക്ക്, ഹാഫ് കെ ഇൻറ്റു x1 പ്ലസ് x2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് സോൾവ് ചെയ്യുക. x1 പ്ലസ് x2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37 ഞാൻ പറയാം. ഇത് നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 37 എന്താണ്? ബോഡി എ ഓഫ് മാസ് 4m അല്ലെ മൂവിങ് വിത്ത് എ സ്പീഡ് u കൊളൈഡ് വിത്ത് അനദർ ബോഡി ബി ഓഫ് മാസ് 2m റെസ്റ്റ്. ദ കൊളിഷൻ ഈസ് ഹെഡ് ഓൺ ആൻഡ് ഇലാസ്റ്റിക്. ആഫ്റ്റർ കൊളിഷൻ, ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അപ്പോൾ V1 ആ ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ? ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് നിങ്ങൾ V1 ആ ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. ക്ലിയർ? എന്നിട്ട് എന്താ കാണേണ്ടത്? ഫ്രാക്ഷൻ ഓഫ് എനർജി ലോസ് ബൈ ദ കൊളൈഡിങ് ബോഡി എക്ക് ലോസ് ചെയ്ത എനർജി മാത്രം. അപ്പോൾ എന്താണ്? ഡെൽറ്റ കൈനറ്റിക് എനർജി ഓഫ് എ ഡിവൈഡിങ് ബൈ കൈനറ്റിക് എനർജി ഓഫ് എ ഇനീഷ്യലി. ഇത് നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് നീറ്റ് ബുക്കിൽ. അപ്പോൾ ഒന്നുകൂടി വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾ അത് ക്ലിയർ ആവുള്ളൂ. അല്ലാതെ വെറുതെ ചെയ്യാതിരിക്കരുത്. കാരണം പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുള്ളൂ. ഇതേ സെയിം ക്വസ്റ്റ്യൻ ആ ബുക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ചിത്രം വരയ്ക്കുക, V1 കണ്ടുപിടിക്കുക. V1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്ക് ലോസ് ആയ ഫ്രാക്ഷൻ എനർജി എന്താണ്? ഹാഫ് m1 u1 സ്ക്വയർ മൈനസ് ഹാഫ് m1 v1 സ്ക്വയർ ഡിവൈഡിങ് ബൈ ഹാഫ് m1 u1 സ്ക്വയർ. എന്നിട്ട് സോൾവ് ചെയ്തതിനു ശേഷം അവസാന ആൻസർ 8/9. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, സി 37. ഇനി അടുത്ത 38. എന്താണ് ഈ 38 പറയുന്നത്? ഇഫ് ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗിവൺ ബൈ u ഈക്വൽ ടു എന്താണ്? a/r സ്ക്വയർ മൈനസ് b/r. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? u ഇസ് ഈക്വൽ ടു a/r സ്ക്വയർ മൈനസ് b/r. ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ഫോഴ്സ്. എൻ്റെയും ബിൻ്റെയും വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ എത്രയാണ്? A2ഉം B4ഉം എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? ഫൈൻഡ് ദ മാക്സിമം ഫോഴ്സ്. അവിടെ മാക്സിമം ഫോഴ്സ് ആണ് ആദ്യം നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് du/dr ചെയ്യുക. ക്ലിയർ? എഫ് ഇസ് ഈക്വൽ മൈനസ് du/dr. അതെന്താ കിട്ടുക? മൈനസ് d/dr ഓഫ് a/r⁻² മൈനസ് b/r⁻⁻1. നമ്മൾ നേരത്തെ x⁻n പോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ക്ലിയർ? ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം എന്ത് കണ്ടുപിടിക്കുക? ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക? ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ ഈ dF/dr 0 ആയിരിക്കണം. അവിടെ മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ dF/dr എന്തായിരിക്കണം? 0 ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ dF/dr 0 അത് ഈ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം അവർ ചോദിച്ചത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ദെൻ ദ മാക്സിമം ഫോഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ശരിയാണോ? എടാ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് du/dr. അപ്പോൾ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടൂലേ? അതാണ് ഫോഴ്സ്. ക്ലിയർ? പക്ഷെ അവർ ചോദിച്ചുള്ളത് മാക്സിമം ഫോഴ്സ് ആണ്. മാക്സിമം ഫോഴ്സ് കിട്ടണമെങ്കിൽ dF/dr കിട്ടിയ ആൻസർ എപ്പോഴാണ്? 0 നോക്കുക അല്ലേ? കാരണം ഫോഴ്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ dF/dr 0 കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാക്സിമം ഫോഴ്സ് കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ അതിന് നമുക്ക് 6 കിട്ടും. ആ 6ൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇത് എൻ്റെയും ബിൻ്റെയും വാല്യൂ ക്വസ്റ്റ് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് r⁻² -2 ഇൻറ്റു r⁻² -1 നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എഫിന് നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. സംശയം ഉണ്ടോ? അപ്പോൾ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടി. ഇനി അവർ ചോദിച്ചാൽ എന്താണ്? എപ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആവുക? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? dF/dr 0. അതാണ് ഫോഴ്സ് മാക്സിമം ആവുള്ള കണ്ടീഷൻ. dF/dr = 0. അത് എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. കാരണം dF/dr = 0. എഫ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്. ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താലേ dF/dr ആവുള്ളൂ.
മാറിപ്പോരുത്. എടെ എഫ് നിങ്ങൾ കണ്ടു, എഫ് എങ്ങനെ കാണുക? മൈനസ് ഡി യു ബൈ ഡി ആർ, അത് ആദ്യം കണ്ടുവയ്ക്കുക. ഇനി അയാൾ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് ഡി എഫ് ബൈ ഡി ആർ കിട്ടുക. ക്ലിയർ? എഫ് കിട്ടിയാൽ വീണ്ടും ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡി എഫ് ബൈ ഡി ആർ അത് 0 എന്ന് അസ്യൂം ചെയ്യുക. അപ്പോഴാണ് മാക്സിമം ഫോഴ്സ് കിട്ടുക. അപ്പോൾ ഡി എഫ് ബൈ ഡി ആർ 0. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്താൽ 6 കിട്ടും. ആ 6ന്റെ വാല്യൂ ഫോഴ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മനസ്സിലായി? കാരണം ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സിനൊരു ഫംഗ്ഷൻ കിട്ടും. ആ ഫംഗ്ഷനെ വീണ്ടും ഒരിക്കൽ കൂടി സാധാരണ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ആൻസർ 0 എടുക്കുക. അപ്പം നിങ്ങൾക്ക് 6ന്റെ വാല്യൂ കിട്ടും. ആ 6ന്റെ വാല്യൂ ഈ ആൻസറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോഴേ ഫോഴ്സ് കിട്ടുള്ളൂ. ചെയ്തു നോക്കണം. ക്ലിയർ? ഇതിൻ്റെ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫോഴ്സ് വരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ മാക്സിമം ഫോഴ്സ്. അപ്പോൾ ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. പിന്നെ ഡിനോമിനേറ്ററിലുള്ള ആളെ മുകളിലോട്ട് എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതാണ് എളുപ്പം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 39? Initially, the spring is in a natural length. Now, the block of mass 0.2 kilogram is released. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ സ്പ്രിങ്ങിൽ. Then find out the maximum force on the system on the floor. ആ സിസ്റ്റം ഫ്ലോറിൽ കൊടുത്ത മാക്സിമം ഫോഴ്സ്. ആ മാക്സിമം ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ എന്ത് വരും? ആ താഴെയുള്ള ബ്ലോക്കിന്റെ വെയിറ്റ് വരും mg താഴേക്ക്. എടാ മുകളിലുള്ള ബ്ലോക്കിന്റെ വെയിറ്റ് വരും mg പ്ലസ് ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് kxും കൂടി വരും. ക്ലിയർ? അപ്പോൾ ഇതിൽ ആക്ട് ചെയ്ത ടോട്ടൽ ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്ലോർ കാണാൻ പറഞ്ഞാൽ താഴെ ഫ്ലോറിൽ വെച്ച 2 കിലോഗ്രാമിന്റെ വെയിറ്റ് mg താഴേക്ക്, പിന്നെ സ്പ്രിങ്ങിന്റെ kx ഒരു റീസ്റ്റോറിംഗ് വരും അല്ലെ. ഈ ബ്ലോക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ റീസ്റ്റോറിംഗ് താഴേക്ക് വരും ആ kx, പിന്നെ മുകളിലത്തെ ബ്ലോക്കിന്റെ മാസ് mg താഴേക്ക് വരും. ക്ലിയർ? പിന്നെ നമുക്കറിയാം ഇക്വിലിബ്രിയം ആകുമ്പോൾ mg ആർക്ക് തുല്യമായിരിക്കും? kxന് തുല്യമായിരിക്കും അല്ലേ. കാരണം ആ മുകളിലത്തെ ബ്ലോക്കാണ് എന്ത് ചെയ്യുന്നത്? സ്പ്രിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അല്ലേ. ആ 0.25 കിലോഗ്രാം എന്നുള്ള ബ്ലോക്ക് ഉണ്ട്, അയാളാണ് മുകളിലോട്ടും താഴോട്ടും പോകും. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ mg = kx. അപ്പോൾ എന്ത് കിട്ടും? F = mg plus kx 2mg. ക്ലിയർ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എത്ര കൊടുത്തുള്ളത്? m 2 × 10 പ്ലസ് 2 × 10 × 0.25 0.25. അപ്പോൾ 20 പ്ലസ് എത്ര കിട്ടുക? 20 പ്ലസ് 20 അല്ല 10 × 0.25 എന്നാണ് എത്ര കിട്ടുക? 2.5. 2.5 × 2 5 കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടും അവസാനം? 25 ന്യൂട്ടൺ കിട്ടും. 25 ന്യൂട്ടൺ. ക്ലിയർ ആണോ? അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ താഴത്തെ ബ്ലോക്കിന്റെ വെയിറ്റ് താഴേക്ക്, ഏറ്റവും മുകളിലത്തെ ബ്ലോക്കിന്റെ വെയിറ്റ് താഴേക്ക്, പിന്നെ അതിൻ്റെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സും ഓസിലേഷൻ കാരണം kx താഴേക്ക് ഉണ്ടാവും. അപ്പോൾ kx എപ്പോഴും ഇക്വിലിബ്രിയം ആകുമ്പോൾ mgക്ക് തുല്യമായിരിക്കും. അപ്പോൾ ടോട്ടൽ 25 ന്യൂട്ടൺ. ക്ലിയർ ആണോ? ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40. ഓക്കെ. അപ്പോൾ എ ബോഡി ഓഫ് മാസ് 10⁻³ കിലോഗ്രാം മൂവിങ് വിത്ത് എ സ്പീഡ് 2 m/s. ഒരു 10⁻³ ഉണ്ട്, മൂവിങ് വിത്ത് എ സ്പീഡ് 2 m/s. Collide with a body 15 × 10⁻³ 15 × 10⁻³ inelastically and stick to it, the loss in kinetic energy. അപ്പോൾ ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്, സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇനീഷ്യൽ കൈനറ്റിക് എനർജി കാണുക അല്ലെ. ഇനീഷ്യൽ കൈനറ്റിക് എനർജി കാണുക. പിന്നെ 15 കിലോഗ്രാമിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, അപ്പോൾ അയാൾ റെസ്റ്റ് ആയിരിക്കും അല്ലെ. 50 കിലോഗ്രാമിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, അപ്പോൾ ഇയാൾ എന്താക്കി എടുത്താൽ മതി? റെസ്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ഇനീഷ്യൽ മൊമെന്റ് എത്ര വരിക? m1 u1 പ്ലസ് m2 u2 = m1 പ്ലസ് m2 × v. കാരണം സ്റ്റിക്ക് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ വെലോസിറ്റിയിലല്ലേ മൂവ് ചെയ്യുക. പിന്നെ ഇയാൾക്ക് എന്തായാലും മൊമെന്റ് ഉണ്ടാവില്ല, റെസ്റ്റ് ആയിട്ട് എടുക്കുക 0. അതിന് ആരെ കണ്ടുപിടിക്കുക? v കണ്ടുപിടിക്കുക അല്ല. അപ്പോൾ മൊമെന്റത്തിന്റെ ഫോമിൽ ഉപയോഗിക്കുക m1 u1 പ്ലസ് m2 u2 = m1 പ്ലസ് m2 v. എന്നിട്ട് ഈ ഫോമിലയിൽ നിന്ന് v കണ്ടുപിടിക്കുക. v കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആരായിരിക്കും? ½ m1 u1². കാരണം രണ്ടാമത്തെ ആൾക്ക് കൈനറ്റിക് എനർജി ഇല്ല. ഫൈനൽ കൈനറ്റിക് എനർജിയോ ½ m1 പ്ലസ് m2 × v² കാണണം. ക്ലിയർ ആണോ? ഇനീഷ്യൽ കൈനറ്റിക് എനർജി ½ m1 u1², ഫൈനൽ കൈനറ്റിക് എനർജി ½ m1 പ്ലസ് m2 v². എന്നിട്ട് രണ്ടും കൂടി കുറച്ചാൽ ലോസ് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 38ാമത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം ഫോഴ്സിൻ്റെ 2 തവണ ഡിഫറൻസിയേഷൻ വരുന്നു മാത്രം. ആദ്യം F = -du/dr. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല 2a/r³ - b/r² ആണ്.
എന്നിട്ട് അതിനെ ഒരിക്കൽ കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് അത് 0 ആക്കുക, എന്നിട്ട് 6 കിട്ടും. എന്നിട്ട് ആ 6 ആദ്യത്തെ ഫോഴ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത് വർക്ക് ഫോർ എനർജിയിൽ. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. തിയറി ലെവൽ 2, ലെവൽ 1 ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ലെവൽ 2 എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യുക, അതിലെ എക്സാമ്പിൾസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ 2 ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്യുക, അപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുകയുള്ളൂ. ഓക്കെ, ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്തു നോക്കണം. ഓക്കെ, താങ്ക് യു.